പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 ദിവസത്തെ പ്രഭാഷണങ്ങളുടെ അവസാനത്തെ പ്രഭാഷണമാണ് ഇന്നത്തേത്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 4 ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങളെക്കാൾ വളരെ കുറച്ചു മാത്രം ആലോചിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തേത്. അത് നടരാജ വിഗ്രഹം എന്നോ നടരാജ ശില്പം എന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒന്നിനെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പരയുടെ ആശയം അജയേട്ടനോട് ഞാനിങ്ങനെ സാന്ദർഭികമായിട്ട് ഈ ലൈബ്രറിയുടെ വാർഷിക 1 വർഷം നീളുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാമെന്നൊരിക്കൽ സംഭാഷണ മധ്യേ തൃശ്ശൂർ എവിടെയോ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ പിന്നീട് ഞാനത് വിട്ടുകളയാൻ തീരുമാനിച്ചതാണ്. കാരണം ഇങ്ങനെയൊരു വിഷയം ഒരു പൊതുസദസ്സിന് മുമ്പിൽ തുടർച്ചയായി പറയുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല എന്നൊരു തോന്നലാണ് അന്നുണ്ടായത്. കാരണം പലതും സാങ്കേതികത ഏറി നിൽക്കുന്ന വിഷയങ്ങളാണ്. രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു സദസ്സിനോട് സംവദിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായ ആലോചനകൾ, വിശകലനങ്ങൾ ആവശ്യമായി വരുന്ന വിഷയമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയം 5 ദിവസം തുടർച്ചയായിട്ട് പറയുക, ഇതിൻ്റെ ഒരു ലാർജറായ താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസിക്കൽ എന്നൊക്കെ പലപ്പോഴും കണക്കാക്കി വരുന്ന കലകളും അല്ലെങ്കിൽ സംഗീതം പോലെ സാമൂഹ്യ രാഷ്ട്രീയ സ്പർശങ്ങൾ ഏതുമില്ലാത്ത ശുദ്ധകലകൾ എന്നൊക്കെ കണക്കാക്കി വരുന്ന കലകളും അതുപോലെ അതിൻ്റെ രൂപപരമായ സവിശേഷതകളുമൊക്കെ എങ്ങനെയാണ് ആഴത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളായി നിലനിൽക്കുന്നത് എന്നത് വിശദീകരിക്കാനാണ് ഈ പ്രഭാഷണങ്ങളിലുടനീളം ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ആധുനികതയും ദേശീയതയും അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഈ കലകളെയൊക്കെ എങ്ങനെ പല നിലകളിൽ സ്വാധീനിച്ചു, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തി, തിരിച്ച് ഈ ആശയങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തി, ഈ ഒരു അന്യോന്യ വിനിമയത്തിൻ്റെ ചരിത്രം ആണിത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം പറഞ്ഞെത്തിക്കുക വാസ്തവത്തിൽ ആദ്യമൊരു കൗതുകത്തിന് അജയേട്ടനോട് പറഞ്ഞെങ്കിലും പിന്നെ ഞാനത് അങ്ങനെ ഒരു താല്പര്യം കൊടുക്കേണ്ടായില്ല. പിന്നെ വിടാപ്പിടി പോലെ അജയേട്ടനിങ്ങനെ പലതവണയായി വിളിച്ച് എപ്പോഴാണതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു തവണ ഞാൻ കൊടുത്ത ഡേറ്റ് ഞാൻ തന്നെ മാറ്റി. പിന്നെ അത് അവസാനിച്ച് പൊക്കോളൂ എന്ന് കരുതിയെങ്കിലും വാസ്തവത്തിൽ അത് അവസാനിച്ചില്ല. അജയേട്ടൻ പിന്നെയും ബലം പിടിച്ച് അത് ആ ദിവസം നിശ്ചയിപ്പിക്കുകയും എന്തായാലും 5 ദിവസം അത് പറയാൻ ഒരവസരം ഉണ്ടാവുകയും ചെയ്തു. വളരെ ശ്രദ്ധാപൂർവം ഇത് കേൾക്കുന്ന ഒരു സദസ്സുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം മനസ്സർപ്പിച്ച് കേൾക്കാനുള്ള സന്നദ്ധത, ഈ കേൾവി വായന എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരു പരിശ്രമം ആവശ്യമുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ഇപ്പം നമ്മുടെ കാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതായൊരു ശ്രദ്ധ നൽകി നമ്മുടേതായൊരു മാനസികോർജം ചെലവാക്കി വായിക്കാനോ കേൾക്കാനോ ഉള്ള സന്നദ്ധത പൊതുവെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേഖനം വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ആ ലേഖനം എഴുതിയതിൻ്റെ തകരാറാണോ വായിച്ച നമ്മുടെ തകരാറാണോ എന്നൊരു സംശയം ഇപ്പം ആർക്കും ഇല്ല. എഴുതിയ ആളുടെ തകരാറാണെന്ന് എല്ലാവർക്കും അറിയാം. നോക്കൂ, ഒരു വിഷയം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആ വിഷയത്തിലുള്ള നമ്മുടെ ധാരണ കൊണ്ടുകൂടിയാണ് ആ വിഷയം നമുക്ക് മനസ്സിലാവുക. അതല്ലാതെ മലയാളത്തിൽ എഴുതിയ എന്തും മലയാളം വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്നുള്ളത് ശുദ്ധമായ അസംബന്ധമാണ്, സാധ്യമല്ല. പക്ഷെ അങ്ങനെ ഒരു ധാരണ വളരെ വലിയ തോതിൽ കേരളത്തിൽ പടർന്നു പിടിക്കുകയും പൊതുവിൽ സൂക്ഷ്മമായ ആലോചനകളെ അപഹസിക്കുകയും ഒരു തരത്തിലുള്ള ആൻറ്റി ഇൻ്റലക്ച്വലിസം എന്ന് വിളിക്കാവുന്ന ഒരു പ്രവണത ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാർക്കാണ്? ഞാനിതിനെ ഒരു രാഷ്ട്രീയമായിട്ട് കൂടി കാണാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കെൽപ്പില്ലായ്മ ഒരു സമൂഹത്തെ ബാധിച്ചാൽ ആ സമൂഹത്തെ വളരെ പെട്ടെന്ന് ഫാഷിസ്റ്റുകൾക്ക് കീഴടക്കാൻ പറ്റും. ഫാഷിസം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത, സ്വന്തം നിലയ്ക്കൊരു വിഷയത്തെക്കുറിച്ചോ ഒരാലോചനയും നടത്താത്ത, ആരോ പറയുന്നതിന് പുറകെ അലയാൻ വിധിക്കപ്പെട്ട ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കാനാണ് ഫാഷിസം എപ്പോഴും ശ്രമിക്കുക.
അതുകൊണ്ട് സൂക്ഷ്മാലോചനകൾക്കെതിരെ നമ്മുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ പൊതുസംവാദങ്ങളിൽ ഒക്കെ ഉയർന്നു വരുന്ന ഈ ഒരു തരത്തിലുള്ള നെഗറ്റിവിസം വാസ്തവത്തിൽ ഫാഷിസത്തിന് വളരെ അനുകൂലമാണ്. ഞാനിപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ടെലിവിഷൻ ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പുതിയ തെളിച്ചം നമുക്ക് കിട്ടാവുന്ന ഒരു ചർച്ചയും നമ്മൾ കാണുന്നില്ല. നമ്മളാകെ കാണുന്നത് 4-5 ആളുകൾ ഇരിക്കുന്നു, ഇവർ ഈ വിഷയത്തിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇവർ പറയുന്നതിനെല്ലാം വളരെ മുമ്പേ നമുക്കറിയാം. പിന്നെ ആരിന്ന് നന്നായി ചീത്ത പറഞ്ഞു, ആരുടെ വാചകമാണ് ഫലിച്ചത് എന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകത്തിനപ്പുറം വാസ്തവത്തിൽ എന്താണ് ഇതിലുള്ളത് എന്നത് ആലോചിക്കേണ്ടതാണ്. ഇതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനതയുടെ വൈജ്ഞാനിക തലത്തെ വളരെ ദുർബലപ്പെടുത്തി ഒരു പൊള്ള സമൂഹത്തെ ഉണ്ടാക്കുന്ന ഒന്നായി മാറുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ കൂടി നിലക്കൊള്ളാൻ വാസ്തവത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാനതൊരു പൊളിറ്റിക്കൽ അജണ്ട എന്ന നിലയ്ക്ക് കൂടി പറയുകയാണ്. ഒരു വിഷയത്തെ ശരിയോ തെറ്റോ ആവട്ടെ, അതിനെ ആഴത്തിൽ അഭിസംബോധന ചെയ്യാൻ, സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹം ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ പറയുന്ന വിടുവായത്തങ്ങളൊക്കെ നമ്മുടെ മഹാവാക്യങ്ങളായി തീരുകയും ഇതിനെ പുറകെ നമ്മൾ നടക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയല്ലാത്ത ഒരു ശ്രദ്ധയുള്ള സദസ്സ് കഴിഞ്ഞ 5 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാൻ അജേട്ടനോട് പറഞ്ഞത് 10-50 ആളുകളുടെ ചെറിയൊരു ഗ്രൂപ്പിനോടൊരു ക്ലാസ് പോലെ പറയാമെന്നാണ്. ഏതായാലും ഈ 5 ദിവസവും 100-150 പേരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വളരെ ശ്രദ്ധയുള്ള ആളുകളായിരുന്നു. അങ്ങനെ ഒരു ശ്രദ്ധാപൂർവമായ കേൾവി തന്നതിന് നിങ്ങളോട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ കാരണം 1000 വരുന്ന ആൾക്കൂട്ടത്തോട് ഞാൻ പലവട്ടവും സംസാരിച്ചിട്ടുണ്ട്, എനിക്കതിലൊരു പ്രയാസമില്ല. പക്ഷേ ഈ കേൾവിയുടെ സൂക്ഷ്മ ശ്രദ്ധ എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം ആണ് ആശയങ്ങൾ പലപ്പോഴും വികസിപ്പിക്കാൻ പറ്റുക. ഞാൻ ഈ ഓൺലൈൻ കാലത്ത് പ്രസംഗിച്ച് ബോറടിച്ച ഒരാളാണ്. വാസ്തവത്തിൽ ഞാൻ പ്രസംഗത്തിനിടയിൽ കോട്ടുവായിട്ട സന്ദർഭം വരെയുണ്ട് ഓൺലൈൻ പ്രസംഗത്തിൽ. കാരണം ഇതാരും കേൾക്കുന്നില്ലല്ലോ. പണ്ട് സച്ചിമാഷ ആ സമയത്ത് എഴുതിയൊരു കമൻ്റ് ഉണ്ട്, എവിടെയോ ഇരുന്ന് 100ഓളം പേർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് കരുതി ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന ഒരാൾ സംസാരിച്ചാൽ പണ്ട് ഭ്രാന്തായിരുന്നു, ഇപ്പോൾ വെബിനാറാണെന്ന്. അപ്പോൾ ആ നിലയുണ്ട്. കാരണം ഇതൊരു അന്യോന്യം കൊടുക്കൽ വാങ്ങല, ഞാൻ പറയുക മാത്രമല്ല നിങ്ങൾ കേൾക്കുക കൂടി ചെയ്യുന്നു. അങ്ങനെ വികസിച്ചു വരുന്ന ആശയം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ശ്രദ്ധയുള്ളൊരു സദസ്സുണ്ടായി എന്നത് സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഷയത്തിന് ശ്രദ്ധയുള്ള സദസ്സ് പല വിഷയങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. മഹാഭാരതത്തിനൊക്കെ കിട്ടും. മഹാഭാരതം ഇതും തമ്മിലൊക്കെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മഹാഭാരതത്തിൽ ഇപ്പം ദുര്യോധനനെന്നോ കർണനെന്നോ ഒരു പേര് പറയുമ്പോൾ പിന്നെ വിശദീകരണം ഇതും കൂടാതെ അത് ആളുകളുടെ ഉള്ളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും. മറിച്ച് ഭരതനാട്യത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അതിലെ ഒരു അടവെന്നോ ഒരു ചുവടെന്നോ പറയുന്ന സമയത്ത് ഇതെന്താ കേസ് കിട്ടുന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടാമല്ലോ. അതുകൊണ്ട് ഈ ആശയം ഒരു സദസ്സിനോട് പറഞ്ഞ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനെക്കുറിച്ചോ ഐഡിയോളജിയെക്കുറിച്ചോ പറയുന്നത് സാധാരണ ഒരു പ്രസംഗം നടത്തുന്നതിൻ്റെ പല മടങ്ങ് ഒരു പരിശ്രമമുള്ള പ്രയാസമുള്ളൊരു കാര്യമാണ്. സദസ്സിൻ്റെ ശ്രദ്ധയാണ് വാസ്തവത്തിൽ അതിനെ ഏറ്റവും സമ്പന്നമാക്കിയ ഒരു കാര്യം. അതിന് ഞാൻ പ്രത്യേകം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇത് സംഘടിപ്പിച്ച ഈ പറയുന്ന ഇവിടെ 4-5 സംഘടനകൾ ചേർന്നാണ് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ പാലക്കാട് ജില്ലാ ലൈബ്രറി, പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം, ഇവരുടെയൊക്കെ ശ്രമം കൊണ്ടാണ് ഇങ്ങനെ ഒരാലോചന ഫലപ്രാപ്തിയിലെത്തിയത്. അവരോടുമൊക്കെയുള്ള എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആദ്യമേ പറഞ്ഞെന്താ വെച്ചാൽ അവസാനമാകുമ്പോൾ ഇതൊക്കെ മറന്നുപോയേക്കും. ഇതൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിഷയം പറയാമല്ലോ എന്നതുകൊണ്ട് എല്ലാവരോടും സന്തോഷപൂർവ്വം. പിന്നെ പാലക്കാട്ടെ പ്രസംഗങ്ങൾ എനിക്ക് വേറൊരു നിലയിൽ ഹൃദ്യമായൊരു അനുഭവമാണ്. വളരെ ഇൻറ്റിമേറ്റായ ഒരു കൂട്ടം സുഹൃത്തുക്കൾ എപ്പോഴും കേൾക്കാനുണ്ടാവും. കാരണം ഒരു സദസ്സിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ട കാര്യം സദസ്സും പറയുന്ന ആളും തമ്മിലൊരു ഹൃദയബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. ചില സ്ഥലത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ഭീകരന്മാരായിരിക്കും. അപ്പോൾ ഇവരെ ഒന്ന് ചലിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെ ആദ്യത്തെ അരമണിക്കൂറത്തെ അധ്വാനമാണ്. അതില്ലാന്ന് വെച്ചാൽ നമുക്ക് വിഷയത്തിലേക്ക് നേരെ അങ്ങ് കടക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു വിഷയത്തിൽ കടക്കാൻ നമ്മൾ ഒരുപാട് അധ്വാനം ചെയ്യേണ്ടി വരും. ഒരധ്വാനത്തിലൂടെ മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് ആ ഒരു പ്രയാസമില്ല. ആദ്യത്തെ വരിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വിഷയത്തിലേക്ക് കടക്കാൻ പാകത്തിനുള്ള സ്നേഹമുള്ളൊരു സദസ്സുണ്ടായിരുന്നു. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ അവസാന വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ 4-5 ദിവസം പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ് ആലോചിക്കപ്പെട്ടിട്ടുള്ള വിഷയമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയുടെ കലാവിചാരത്തിൽ, കലാചരിത്ര ചർച്ചയിൽ തന്നെ
ഭരതനാട്യമോ മറ്റ് ഞാൻ ഇന്നലെ 4 ദിവസങ്ങളിലായി പറഞ്ഞ വിഷയത്തോളമോ ഒന്നും നടരാജൻ എന്ന ആ വിഗ്രഹ സങ്കല്പം, ശില്പരൂപം അങ്ങനെ ആലോചിക്കപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ അതിൽ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല കേട്ടോ, പഠനങ്ങളുടെ ഒരു വൻനിരയുണ്ട്. പക്ഷേ മറ്റുള്ളവയെപ്പോലെ അത്ര വിപുലമായ പ്രചാരം അതിന് കൈവന്നിട്ടില്ല. എന്നാൽ ഇതിന് ഒരു മറുവറുള്ളത്, ഒരു ശില്പരൂപം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കലാവസ്തു എന്ന നിലയിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത മറ്റേത് കലാവസ്തുവിനേക്കാളും അതിദീർഘമായ ചരിത്രമുള്ളത് നടരാജനാണ്. ഏതാണ്ട് ക്രിസ്തുവർഷം 10-ാം നൂറ്റാണ്ട് ചോള സാമ്രാജ്യത്തിൽ വികസിച്ച് വന്ന് അന്തിമ രൂപം ആർജിച്ചതു മുതൽ കഴിഞ്ഞ ഒരു 1100-1200 കൊല്ലമായി നടരാജനുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത രവിവർമ്മയുടെ ചിത്രമായാലും അല്ലെങ്കിൽ ത്യാഗരായ സംഗീതമായാലും ഭരതനാട്യം ആയാലും ഒന്നും ഈ ദൈർഘ്യമില്ല. ഇത് ഏറ്റവും ചുരുങ്ങിയത് 1200 കൊല്ലം നടരാജൻ എന്ന ഈ ഫോമിനുണ്ട്. ഇതിൻ്റെ ഇന്നത്തെ രൂപത്തിന് തന്നെ ഉണ്ട്. അതിനു മുമ്പുള്ള പൂർവ്വരൂപങ്ങൾ എടുത്താൽ അതിലും വലുതാണ്. അപ്പോൾ അത്ര അതിദീർഘമായൊരു ചരിത്രം ഉള്ള ഒന്നാണ് നടരാജൻ. നടരാജൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൾട്ടിപ്പിളായ ഒരു ലൈഫ് അതിനുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഏറെക്കുറെ നടരാജ വിഗ്രഹം കാണാൻ പറ്റും. വലിയ കോർപ്പറേറ്റ് കാര്യാലയങ്ങൾ നോക്കിയാൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നടരാജൻ ഉണ്ടാവും. അത് നമ്മുടെ നൃത്തവേദിയിൽ നോക്കിയാൽ എല്ലാ നൃത്തവേദിയുടെയും ഒരു അരികത്ത് മൂപ്പരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഡാൻസ് തുടങ്ങുന്നപ്പോൾ തന്നെ മൂപ്പരെ വണങ്ങിയിട്ടൊക്കെയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ ഡാൻസ് നടക്കുന്നത്. നമ്മുടെയൊക്കെ മിക്കവാറും ആളുകളുടെ വീട്ടകങ്ങളിൽ ഒരു ആദരണീയമായ ശില്പരൂപമായി നടരാജനുണ്ട്. ഹോട്ടൽ മുറികളിലോ അതിൻ്റെ സ്വീകരണ മുറികളിലോ ഒക്കെ കാണാം. ചോളത്തെരുവുകളിലെല്ലാം ഇപ്പോഴും നടരാജൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്ലിലുണ്ട്, അതുപോലെ വെങ്കലത്തിലുണ്ട്, മറ്റു തരം പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമഗ്രികളിലോ ഉണ്ടാകുന്നുണ്ട്. ഭീമാകാരമായ വലിപ്പം മുതൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വലിപ്പം വരെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം നടരാജൻ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥലം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ മറ്റേ ദൈവഗണ പരീക്ഷണം നടന്ന പരീക്ഷണശാലയുണ്ടല്ലോ, ആ പരീക്ഷണശാലയ്ക്ക് മുമ്പിൽ ഏതാണ്ട് 6 അടി പൊക്കത്തിൽ നടരാജ വിഗ്രഹമുണ്ട്. എന്ന് മാത്രമല്ല, നടരാജ വിഗ്രഹം ഒരു ഭൗതികത്തിൻ്റെ അടിസ്ഥാന ചലനങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന മട്ടിൽ ഫ്രിജോഫ് കാപ്ര 1990-കൾക്കടുത്തൊരു പുസ്തകം എഴുതാനുണ്ടായി, ടാവോ ഓഫ് ഫിസിക്സ് എന്ന പേരിൽ. ആ പുസ്തകത്തിൽ നടരാജനെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ച കുറച്ച് വരികൾ അതിൻ്റെ താഴെ എഴുതി വെച്ച് ഈ പരീക്ഷണശാലയുടെ പ്രവേശന കവാടത്തിൽ തന്നെ 6 അടി പൊക്കത്തിലുള്ള ഒരു നടരാജൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചോളത്തെരുവുകൾ മുതൽ ബേണിലെ പരീക്ഷണശാല വരെ, കോർപ്പറേറ്റ് കാര്യാലയങ്ങൾ മുതൽ നൃത്തവേദികൾ വരെ, വീട്ടകങ്ങൾ മുതൽ വലിയ ഹോട്ടലുകളുടെ പ്രവേശന കവാടങ്ങൾ വരെ, ക്ഷേത്രം മുതൽ ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ തെരുവുകളിലെയും വിൽപ്പനശാലകളിൽ വരെ നടരാജനുണ്ട്. അങ്ങനെ വ്യാപിച്ച ഒരു ശില്പമാണ്. ഏതാണ്ട് ഒരു 1200 കൊല്ലത്തെ ജീവിതം നടരാജൻ ഇതിനകം കൈവരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ ലക്ഷോപലക്ഷം പകർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഒരു ശില്പത്തിന് ഇത്ര അധികം പകർപ്പുണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലോകത്ത് ഇന്ത്യയിൽ ധാരാളം ശില്പമാതൃകകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഹരപ്പൻ നർത്തകിയുണ്ട്, ദിദർഗഞ്ചിലെ യക്ഷിയുണ്ട്, അല്ലെങ്കിൽ ചോള പല്ലവ ശില്പങ്ങളുണ്ട്. അങ്ങനെ പല മാതൃകകളിലുള്ള പലതരം ശില്പങ്ങളുണ്ട്. പക്ഷേ ദേവതാ ശില്പങ്ങൾ വേറെയുമുണ്ട്. പക്ഷേ ഒരു ശില്പത്തിനും നടരാജ വിഗ്രഹത്തോളം ഇത്രയും കോപ്പികൾ, ആവർത്തിച്ചുള്ള പതിപ്പുകൾ ഉണ്ടായിട്ടില്ല. ഇത്രയും മാധ്യമങ്ങളിൽ, മരത്തിലായാലും ശിലയിലായാലും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വെങ്കലത്തിലായാലും മറ്റു തരത്തിലുള്ള മീഡിയത്തിലായാലും നടരാജൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നും ഉണ്ട്. ഇപ്പോൾ നടരാജൻ ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ മേഖലകളിൽ ആലോചനയുടെ വിഷയമായി എന്ന് ചോദിച്ചാൽ ശില്പകലയിൽ മാത്രമൊന്നുമല്ല. ശില്പകലയിൽ വാസ്തവത്തിൽ നടരാജൻ ആലോചിക്കപ്പെട്ടത് കുറച്ചാണ്. വളരെ കൂടുതൽ ആലോചിക്കപ്പെട്ടത് വേറെ പല മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ സാഹിത്യം, ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി നടരാജനെ കുറിച്ചുണ്ടല്ലോ, ശിവതാണ്ഡവം എന്ന പേരിൽ നമ്മുടെ ശങ്കരക്കുറുപ്പിൻ്റെ അതിപ്രസിദ്ധമായ കവിതയുണ്ട്. മിക്കവാറും ഇന്ത്യൻ ഭാഷകളിലൊക്കെ തന്നെ നടരാജ നൃത്തത്തെക്കുറിച്ച്
നൂറ്റാണ്ടുകളായി പല രൂപത്തിലുള്ള കാവ്യങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. ടാവോ ഫിസിക്സിലൊക്കെ എത്തുമ്പോഴേക്കും കണികാഭൗതികത്തിലേക്ക് വരെ നടരാജൻ എത്തി. അങ്ങനെ കവിത മുതൽ കണികാഭൗതികം വരെയും വിഗ്രഹരൂപം മുതൽ വിഗ്രഹലക്ഷണം മുതൽ തത്വചിന്ത വരെയും. ഇപ്പോൾ നമ്മുടെ ആനന്ദകുമാരസ്വാമിയുടെ ഡാൻസ് ഓഫ് ശിവ എന്ന കൃതി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വരികയും ഈ ശിവൻ്റെ നൃത്തം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ചലനക്രമത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് എന്ന മട്ടിൽ അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തതോടെ പിന്നീടൊരു 100-ലധികം വർഷങ്ങളായി ഇത് തത്വശാസ്ത്രപരമെന്ന് വിളിക്കാവുന്ന, പ്രത്യേകിച്ചും പൗരസ്ത്യവാദത്തിൻ്റെയും മിസ്റ്റിസിസത്തിൻ്റെയും ഒരു കലർപ്പിൽ നിന്ന് രൂപപ്പെട്ട തത്വശാസ്ത്ര വിചാരങ്ങളിൽ നടരാജൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നൃത്ത കലയിൽ ഇപ്പം രുക്മിണി ദേവിയാണ് നമ്മുടെ ഡാൻസിലേക്ക് നടരാജനെ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് നടരാജൻ അങ്ങനെ സ്റ്റേജിലില്ല കേട്ടോ. അവരാണ് ഈ നടനമാടിനാർന്നുള്ള ആ ഒരു ഐറ്റം പ്രധാനമാക്കി തീർക്കുകയും സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഈ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുകയും അവരുടെ പെർഫോമൻസിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് നടനമാടിനാർ മാറിത്തീരുകയും പിന്നെ ഭരതനാട്യവേദിയിൽ തന്നെ താണ്ഡവ നൃത്തം എന്ന് പറയുന്നത് ഒരു മേജർ ഐറ്റമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് രുക്മിണി ദേവിയോടെയാണ്. അങ്ങനെ നൃത്തവേദിയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തീർന്നു, പ്രപഞ്ച ദർശനത്തിൻ്റെ ആയിത്തീർന്നു, അലങ്കരണ കലയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തീർന്നു, പുരാവസ്തു എന്ന നിലയിൽ ധാരാളം ആലോചിക്കപ്പെട്ട ഒരു വിഷയമായി തീർന്നു. സംശയരഹിതമായിട്ടും ശില്പകലയിലെ ഏറ്റവും പ്രാമാണിക മുദ്രയുമായി മാറി. ശില്പകലയിൽ 20-ാം നൂറ്റാണ്ടിൽ ശില്പകല കണ്ട ഏറ്റവും വലിയ ശില്പി എന്ന് പലപ്പോഴും പുകഴ്പെറ്റത് റോഡിനാണ്, അഗസ്റ്റോ റോഡിൻ. റോഡിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മറ്റേ തിങ്കറെല്ലാം ചെയ്തിട്ടുള്ള 20-ാം നൂറ്റാണ്ടിലെ കലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരാണ്. റോഡിനാണ് അദ്ദേഹം 1920-കളിൽ അദ്ദേഹം ഒരു ഫ്രഞ്ച് മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് ശില്പകലയുടെ അവസാനത്തെ ഒരു ആവിഷ്കാരമാണ് നടരാജൻ എന്ന മട്ടിൽ അതിപ്രശംസയോടെ എഴുതിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, അതായത് ശില്പകല നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്താണ്? ശില്പകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിലോ മരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിശ്ചലമായ ഒരു സാമഗ്രിയിൽ, ഒരു മാധ്യമത്തിൽ ഒരു ശില്പി ചെയ്യുന്നതാണ് ശില്പം. പക്ഷെ ശില്പിയുടെ അടിസ്ഥാന വെല്ലുവിളി ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചലനത്തെ ആവിഷ്കരിക്കൽ. അപ്പം ജീവിതം എന്ന് പറയുന്ന ചലനാത്മകമായ ഒന്നിനെ, ഓജസ്സുറ്റ ഒന്നിനെ ഘനീഭൂതമായ, നിശ്ചലമായ, സ്തബ്ധമായ ഒരു ശിലയിൽ പകർത്തുക, നിശ്ചലതയിൽ ചലനത്തെ ആവിഷ്കരിക്കുക എന്നതാണ് ശില്പിയുടെ അടിസ്ഥാനപരമായ ഒരു വെല്ലുവിളി. ഏത് ശില്പത്തിലും ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ക്ലാസിക്കലായ ലോകത്തിൽ 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ മൈക്കലാഞ്ചലോ ചെയ്ത ഡേവിഡ് ഉണ്ടല്ലോ, ഗോലിയാത്തിനെ എറിയാനായിട്ട് കല്ലുമായിട്ട് നിൽക്കുന്ന ദാവീദിൻ്റെ ശില്പം മൈക്കലാഞ്ചലോ ചെയ്യുന്നുണ്ട്. നഗ്നശില്പമാണ്. അപ്പോൾ ഈ കയ്യിൽ കല്ലുണ്ട്, ഇങ്ങനെ അയാൾ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ആ കയ്യിലേക്കും അയാളുടെ കണ്ണിലേക്കും അയാളുടെ ആയലിലേക്കും നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ലക്ഷ്യം നമുക്ക് ആ കണ്ണിൽ കാണാം, അയാളുടെ കയ്യിൽ ആ കല്ല് ഒരുങ്ങി നിൽക്കുന്നത് കാണാം. ആ മൊമെൻ്റാണ്. ആ മൊമെൻറ്റിലെ തൊട്ട് മുമ്പുള്ള മൊമെൻറ്റിനെയും വരാനിരിക്കുന്ന മൊമെൻറ്റിൻ്റെയും സംഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണത്. അല്ലാതെ അതൊരു നിശ്ചല സ്ഥാനമല്ല. അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ചലനങ്ങൾ വാസ്തവത്തിൽ ഈ ശിലാരൂപത്തിലേക്ക് ഇങ്ങനെ കൂട്ടിയണക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു നിശ്ചല രൂപമായിരിക്കുമ്പോഴും അതൊരു പ്രക്രിയയെ ഉൾക്കൊള്ളുന്നുണ്ട്. മുന്നിലേക്കും ആയുന്നുണ്ടത്, പിന്നിലേക്ക് ആയുന്നുണ്ട്. ഈ 2 ആയലുകളും ഈ ശിലയിൽ നമുക്ക് ശില്പത്തിൽ കാണാൻ പറ്റും. പിന്നെ ഇയാളുടെ ഒരു പ്രവൃത്തിയുടെ ഉള്ള അയാളുടെ ആത്മവിശ്വാസവും ഗോലിയാത്തിനെ വെല്ലുവിളിക്കുന്ന അയാളുടെ ഒരു ആത്മബലവും ഒക്കെ കാണണമെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ആ ശില്പം കാണുമ്പോൾ അതിൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം, അതിൻ്റെ കണ്ണുകൾ നോക്കണം. ഇതുപോലെ ആത്മവിശ്വാസവും ഇതുപോലെ ബലവും ഒരുപക്ഷെ ഇതുപോലെ തീവാറുന്നതുമായ കണ്ണുകൾ നിങ്ങൾക്ക് വെറും കല്ലിൽ കൊത്തി വയ്ക്കാൻ മനുഷ്യന് കഴിയുമെന്ന് അത്ഭുതം തോന്നുന്നു. അമ്മാതിരിയാണ്. ഇതുപോലെ മറ്റൊരു ശില്പമാണ് പിയത്ത എന്ന് പറയുന്നത്. പിയത്തയും മൈക്കലാഞ്ചലോൻ്റെ തന്നെയാണ്. അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ വച്ചിട്ടുള്ളൊരു ശില്പമാണ്. ഇങ്ങനെ യേശുവിൻ്റെ ശരീരവും താങ്ങി നിൽക്കുന്ന ഈ കന്യാമറിയത്തിൻ്റെ അമ്മയുടെ ശില്പമാണ്. അപ്പോൾ ഈ അമ്മയുടെ ശോകം മുഴുവൻ മാത്രമല്ല, ഒരു ജഡം കയ്യിൽ താങ്ങുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പേശീചലനങ്ങളിലെ വ്യത്യാസം വരെ നിങ്ങൾക്ക് ഈ ശില്പത്തിൽ കാണാൻ പറ്റും. അല്ലാതെ ഭാവം മാത്രമൊന്നുമല്ല, ശരീരത്തിൻ്റെ അതിസൂക്ഷ്മമായ ഒരു ചലനത്തെ മുഴുവൻ നിശ്ചലതയിൽ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് വലിയ ശില്പി ചെയ്യുന്നൊരു കാര്യം, അയാൾ
ശില്പമാക്കുന്നു. മറ്റേ സച്ചിമാഷ് എഴുതുന്നുണ്ടല്ലോ, ശിലയിൽ നിന്ന് ശില്പമല്ലാത്തതെല്ലാം കൊത്തി മാറ്റുന്നു. വലിയ ശില്പിയെക്കുറിച്ച് പറയുന്നുണ്ട്, ശില്പമല്ലാത്തതെല്ലാം കൊത്തി മാറ്റുന്നു. അങ്ങനെ ഒരു പണി ഇന്ത്യക്കാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലോറയിലെ ശില്പം, എല്ലോറ ക്ഷേത്രം തന്നെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി ഇറക്കുകയാണല്ലോ. അത്ഭുതകരമായൊരു പണിയാണ്. താഴെ നിന്ന് കെട്ടിപ്പൊക്കുകയല്ല, ഒരു പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി ഇറക്കുന്നു. ശില്പമല്ലാത്തതെല്ലാം കൊത്തി മാറ്റിയിട്ട് ലോകത്തെ തന്നെ ഒരു മഹാക്ഷേത്രം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായി ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം കലയുടെ ചരിത്രത്തിൽ, അതായത് ഈ ശിലയിൽ നിശ്ചലതയിൽ ചലനത്തെ ആവിഷ്കരിക്കുക. റോഡിൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിശ്ചലതയിൽ ചലനത്തെ ആവിഷ്കരിക്കുക എന്ന ശില്പകലയുടെ അടിസ്ഥാനപരമായ ഒരു ദൗത്യം നിറവേറ്റുന്നതിൽ നടരാജ വിഗ്രഹത്തോളം വിജയിച്ച ഒരു വിഗ്രഹമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചലനത്തെ ഇങ്ങനെ എന്താ പറയുക, ഘനീഭൂതമാക്കി നിർത്തുകയല്ല, ചലനത്തെ പ്രതീതമാക്കുകയാണ്. എന്നാൽ ഇത് നിശ്ചലാണ് തന്നെ. ഇങ്ങനെ ഒരു സാധ്യതയെ ആവിഷ്കരിക്കുക വഴി ലോകശില്പകലയിലെ തന്നെ അസാമാന്യമായ ഒരു സ്ഥാനമാണ് ഈ നടരാജ വിഗ്രഹത്തിന് റോഡിൻ കൊടുക്കുന്നത്. റോഡിൻ്റെ ഈ വിശദീകരണവും ആനന്ദകുമാരസ്വാമി ഈ ശിവനൃത്തത്തിന് നൽകിയ പരിവേഷവും ഏതാണ്ട് ഒരേ കാലത്താണ് വികസിച്ചു വരുന്നത്. 1920-30 എന്ന് പറയുന്നത്. ഈ 20-30 എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പല ദിവസങ്ങളിലായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദേശീയതയുടെയും നമ്മുടെ പാരമ്പര്യത്തെയും ഒക്കെ കുറിച്ചുള്ള വലിയ പലതരം ബോധ്യങ്ങളെ ഒരു സമൂഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരു സമൂഹത്തിന് അതിൻ്റെ ഭൂതകാലത്തെ മഹിമയുറ്റതായി സ്ഥാപിച്ചെടുക്കാൻ പര്യാപ്തമായ സാധന സാമഗ്രികൾ ഇങ്ങനെ പല കോണുകളിൽ നിന്ന് തേടിക്കണ്ടെത്തുന്ന കാലമാണ്. ഈ 19-ാം നൂറ്റാണ്ട് അവസാനം 20-ാം നൂറ്റാണ്ട് ആദ്യം എന്ന് പറയുന്നത് വലിയ ടെക്സ്റ്റുകൾ പലതും വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നാട്യശാസ്ത്രം കണ്ടെടുക്കപ്പെടുന്നു, ഭാസനാടകങ്ങൾ കണ്ടെടുക്കപ്പെടുന്നു, അർത്ഥശാസ്ത്രം കണ്ടെടുക്കപ്പെടുന്നു. ഇതൊന്നും ചെറിയ കാര്യമല്ല. അർത്ഥശാസ്ത്രം വന്നതോടെയാണ് ഏതാണ്ട് മാക്കിയവെല്ലിയുടെ പ്രിൻസിനെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു ടെക്സ്റ്റ് നമുക്കുണ്ട് എന്ന് കരുതുകയും മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നതിന് ഇത്ര വലിയ സ്റ്റേറ്റ് ക്രാഫ്റ്റിൻ്റെ ഒരു തലം അതുണ്ടാക്കി എന്നൊക്കെ വാദിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഓരോ ടെക്സ്റ്റും വെറും ടെക്സ്റ്റായിട്ടല്ല വരുന്നത്. നമ്മളിപ്പോൾ അതിനെ കാണുന്ന പോലെ പ്രാചീന കാലത്ത് എഴുതപ്പെട്ട ഏതോ ഒരു ഗ്രന്ഥം എന്ന നിലയിലൊന്നുമല്ല അന്നത് കണ്ടെടുക്കപ്പെട്ടത്. മറിച്ച് ഇന്ത്യയുടെ ഒരു നാഷണൽ ട്രഡീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എടുക്കുകയാണ്. പോയറ്റിക്സിൽ നാട്യശാസ്ത്രം, പോളിറ്റിയിൽ അർത്ഥശാസ്ത്രം, സെക്സോളജിയിൽ കാമശാസ്ത്രം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നാട്യകലയിൽ ഭാസൻ വളരെ വ്യത്യസ്തനായൊരു നാടകൃത്താണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹമാണ് ഒരു പക്ഷേ ഈ ദുരന്തത്തെ നമ്മുടെ നാടകവേദിയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യൻ നാടകവേദിയിൽ ഇല്ലയെന്ന് കരുതിയ അതിസങ്കീർണമായ ഒരു തലത്തെയൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ഒരു ദേശീയ ഭൂതത്തെ സൃഷ്ടിക്കാൻ, നാഷണൽ പാസ്റ്റ് അതിനെ സൃഷ്ടിക്കാനും അതിനെ ഗ്ലോറിഫൈ ചെയ്യാനും അതിനെ ഓഥൻറ്റിക് ആക്കാനും നാനാതരം ശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് വാസ്തവത്തിൽ ഈ നടരാജനെക്കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട നെറേറ്റീവുകൾ രൂപപ്പെടുന്നത്. ഒരു ഭാഗത്ത് റോഡിനെ പോലെ ഒരു മഹാശില്പി, മറുഭാഗത്ത് ആനന്ദകുമാരസ്വാമിയെപ്പോലെ ഒരു വലിയ സൈദ്ധാന്തികൻ. ഇവർ രണ്ടുപേരും ചേർന്ന് തമ്മിൽ അറിഞ്ഞിട്ടൊന്നുമല്ല, തമ്മിൽ ആലോചിച്ചിട്ടുമല്ല, പക്ഷെ തമ്മിൽ ചേർന്ന് പ്രവർത്തിച്ചു ഈ വാദഗതികൾ എന്നത് പ്രധാനപ്പെട്ടതാണ്. നടരാജനിൽ ആനന്ദകുമാരസ്വാമി പൊതുവിൽ ഒരു പ്രപഞ്ച നൃത്തമാണ് കണ്ടത്. അദ്ദേഹം ഡാൻസ് ഓഫ് ശിവ എന്ന് പറയുന്നതിന് പിന്നീട് പലരും ഉപയോഗിക്കുന്ന ഒരു വാക്ക് കോസ്മിക് ഡാൻസ് എന്നാണ്. വിശ്വനടനമാണ്, പ്രപഞ്ചത്തിൻ്റെ ആകമാനമുള്ളൊരു ചലനമാണ് ഇതിൽ കാണുന്നത്. അത് വലം കൈയിലെ ഡമരു, ഇടം കൈയിലെ ചന്ദ്രക്കല, ജടാമകുടത്തിലെ ഗംഗ, ശിരസിലെ ചന്ദ്രക്കല, വലങ്കാലിലെ ഊന്നിക്കൊണ്ടുള്ള നൃത്തം, അപസ്മാര പുരുഷനെ കാലടിയിൽ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് ഇടങ്കാൽ ഉയർത്തി നടത്തുന്ന ആ നൃത്തത്തിൽ പ്രാപഞ്ചികമായ വലിയ അർത്ഥങ്ങളൊക്കെ അക്കാലത്ത് വിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലക്ഷണശാസ്ത്രപരമായി പല വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിലെ ഏതെങ്കിലും ഒരു വിശദീകരണം അതിൽ തന്നെ ശരിയാണെന്നൊന്നും പറയല്ല. വ്യാഖ്യാതാക്കൾക്ക് അവരവരുടെ നിലയിൽ പല അർത്ഥസൂചനകൾ അവരിതിന് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറ്റ അർത്ഥമൊന്നുമല്ല. ഇപ്പോൾ സൃഷ്ടി, സ്ഥിതി, ലയം, തിരോധാനം ഇതിൻ്റെയൊക്കെ സാരസംഗ്രഹമാണ് നടരാജൻ എന്നാണ് പൊതുവെ ആനന്ദകുമാരസ്വാമി വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് പിൻവലം കൈയിലെ ഡമരു പ്രപഞ്ച സൃഷ്ടിയുടെ സൂചകമാണ് എന്ന് കരുതുന്നു. അതായത് കാലത്തെ താളം കൊണ്ട് പകുക്കുന്നു.
കാലമാണല്ലോ ഈ താളമാണല്ലോ കാലത്തെ മനസ്സിലാക്കാനായിട്ട് നാം ഉപയോഗിക്കുന്നത്. താളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കാലഖണ്ഡങ്ങളാണ്. നമുക്ക് അറിയാമല്ലോ അത്. ഓരോ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുനിശ്ചിത കാലഖണ്ഡത്തെയാണ് നമ്മൾ താളമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, നിരന്തരമായി ഇടവില്ലാതെ ഒഴുകുന്ന ഈ കാലത്തെ നാം മനസ്സിലാക്കുന്നത് അതിനെ ഖണ്ഡങ്ങളായിട്ട് മുറിച്ചാണ് എന്നത് പ്രധാനപ്പെട്ടാണ്. അങ്ങനെ കാലത്തെ താളം കൊണ്ട് പകുക്കുന്ന ശബ്ദമാണ് ഡമരുവിൻ്റേത്. അതുകൊണ്ട് കാലരൂപിയാണ്, കാലത്തിൻ്റെ ഒരു പ്രതീകമാണ്. കാലം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം കാലത്തെ എങ്ങനെയാണ് അളക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഈ കാലത്തെ മനസ്സിലാക്കാൻ ഈ ആധുനികതയോടൊപ്പമാണല്ലോ നമ്മൾ ഈ വാച്ചുകളും അതുപോലെ മിനിറ്റ്, മണിക്കൂർ, സെക്കൻഡ് എന്നൊക്കെ പറയുന്ന സമയ രൂപങ്ങളുണ്ടായത്. മുമ്പ് അങ്ങനെയല്ലല്ലോ. നാഴിക, വിനാഴിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒരു നാഴിക, വിനാഴിക എന്നൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ഉഷസ്, സന്ധ്യ, മധ്യാഹ്നം, പൂർവാഹ്നം, അപരാഹ്നം എന്നൊക്കെ പറയുന്ന സമയത്ത് കാലമെന്ന് പറയുന്നത് വാസ്തവത്തിൽ എംപ്റ്റി അല്ല. കാലത്തിന് ഇപ്പം അപരാഹ്നമല്ല പൂർവാഹ്നം, അതല്ല മധ്യാഹ്നം, അതല്ല ഉഷസ്, അതല്ല സന്ധ്യ. ഓരോ കാലസന്ദർഭത്തിനും അതാതിൻ്റെതായ ഒരു മൂർത്തതയുണ്ട്. മറിച്ച് ആധുനികത ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, കാലത്തിനുള്ളിൽ നിന്ന് ഈ അനുഭവമൂല്യത്തെ മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് കാലത്തെ ഏകമാനമാക്കി. 24 മണിക്കൂർ, ഓരോ മണിക്കൂറിൽ 60 മിനിറ്റ്, ഓരോ മിനിറ്റും 60 സെക്കൻഡ്. ഈ 60 സെക്കൻഡിൽ ആദ്യത്തെ സെക്കൻഡിനും അവസാനത്തെ സെക്കൻഡിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ആധുനികത കാലത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റത്തെക്കുറിച്ച് വാൾട്ടർ ബെഞ്ചമിൻ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്ന മനോഹരമായ വാക്യമുണ്ട്. ഹോമോജനസ് എംപ്റ്റി ടൈം, ഏകമാനമായ ശൂന്യകാലം. കാരണം ആ കാലം ഒരു സെക്കൻഡ് ഏത് സെക്കൻഡായാലും മറ്റതിൽ നിന്ന് വ്യത്യസ്തമല്ല. കാരണം അതിനുള്ളില്ല. അതുകൊണ്ട് ആധുനികത കാലത്തിൽ കൊണ്ടുവന്ന, കാലബോധത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട അട്ടിമറി കാലത്തെ അനുഭവശൂന്യമാക്കി എന്നതാണ്, കേവലമാക്കി. പ്രഭാതത്തെയും പ്രദോഷത്തെയും വേർതിരിച്ചിരുന്ന നമ്മുടെ പൂർവകാല കാലബോധങ്ങൾ, ആധുനിക പൂർവ്വ കാലബോധങ്ങൾ ആധുനികമായ യാന്ത്രിക കാലത്തിൽ നഷ്ടപ്പെട്ടു. ആധുനികതയുടെ കാലത്തിന് എല്ലാ കാലവും ഒരുപോലെയാണ്. അതിൽ മണിക്കൂറുകൾക്ക് തമ്മിൽ വ്യത്യാസമില്ല. എല്ലാ മണിക്കൂറിനും 60 മിനിറ്റാണ് എന്ന നിലയിൽ വന്നു. വാസ്തവത്തിൽ കാലം ഇങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ പറയുക, സിനിമ കാണാനിരുന്നിട്ട് 2.5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല എന്ന് പറയുമല്ലോ, പെട്ടെന്ന് കഴിഞ്ഞു എന്ന് തോന്നുന്നു. മറ്റു ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് 15 മിനിറ്റ് തന്നെ ജീവിതം അവസാനിക്കാറായും തോന്നുമല്ലോ. അതങ്ങനെയാണ്. ഇതുകൊണ്ടാണ്, കാലാനുഭവമാണ്, അനുഭവം ചേർന്നിട്ടാണ്. ഞാൻ കവിതയിൽ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ഞാൻ കാലസൂചന വെച്ച് പറയാം. അപ്പോൾ കുമാരനാശാൻ്റെ ഒരു കവിതയിൽ നളിനി ആശ്രമത്തിലെത്തിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു എന്ന് പറയുന്നത്, ഈ 5 കൊല്ലം കഴിഞ്ഞു എന്ന വാക്യം നിങ്ങൾ എടുക്കൂ. ആ വാക്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സന്ദർഭത്തോടും നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാം. ഈ അപകടം നടന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞു, അയാൾക്ക് ജോലി ഇട്ടിട്ട് 5 കൊല്ലം കഴിഞ്ഞു, എന്തിനോടും നിങ്ങൾക്ക് 5 കൊല്ലം കഴിഞ്ഞു എന്ന് പറയാം. അതൊരു ഹോമോജനസ് എംപ്റ്റി ടൈമാണ്, ഏകമാനമായ ശൂന്യകാല. പക്ഷെ നളിനിയിൽ ആശാൻ എഴുതുന്നത് നളിനി ആശ്രമത്തിലെത്തിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു എന്നല്ല, അതിൽ പിന്നെ 5 വട്ടം ഇഹ പൂത്തു കാനനം എന്നാണ്. 5 പ്രാവശ്യം കാട് പൂത്തു. 5 പ്രാവശ്യം കാട് പൂത്തു എന്നുള്ളത് നിങ്ങൾക്ക് വേറെ എവിടെയും പറയാൻ പറ്റില്ല, ഇവിടെ മാത്രം. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചാൽ 5 വട്ടം ഇഹ പൂത്തു കാനനം എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാറായി എന്ന അർത്ഥം. അതവിടെ നിൽക്കില്ല, മറിച്ച് ഇവിടെ മാത്രമേ നിൽക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതുകൊണ്ട് വാസ്തവത്തിൽ കവിതയെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം കടമ്മനിട്ടയുടെ കോഴി കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തള്ള കുഞ്ഞിനോട് പറയുകയാണ്, അന്ന് ഞാനും ഉടപ്പുറന്നോനും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ചു വളർത്തി, എന്നാലും കൊത്തിമാറ്റിയൊരിക്കൽ അതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. കാലം പോവാണ്, എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. കാരണം കോഴിയുടെ അനുഭവമാണ്. ഇങ്ങനെ നിറഞ്ഞതാണ് കാലം. പക്ഷേ അതിനെ ശൂന്യകാലമാക്കി മാറ്റുന്നു എന്നതാണ് ആധുനികത ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപരാധമായിട്ട്, അല്ലെങ്കിൽ ആധുനികതയുടെ കാലസങ്കല്പത്തിലൊരു വലിയ കോൺഫ്ലിക്റ്റായിട്ട് അത് വാൾട്ടർ ബെഞ്ചമിനൊക്കെ പറയുന്നുണ്ട്. ഈ കാലത്തെ സൃഷ്ടിച്ചൊരു ദേവനാണ്, കാലദേവനാണ്. കാലമാണല്ലോ മരണം. അതുകൊണ്ടാണ് ഈ കാലം എന്നത് കാലനിലേക്ക് ഇങ്ങനെ നീളുന്നത്. ഗസലിൽ ബാലേന്ദ്രൻ എഴുതുന്നുണ്ട്, താളമാകുന്നു കാലം, കാലമോ സംഗീതമായി.
കാരണം സംഗീതം സമയകലയാണ്. മേതിൽ പറയുന്ന പോലെ സംഗീതം സമയകലയാണ്. ആ സമയത്തെ താളം കൊണ്ട് പകുത്ത് കാലമുണ്ടാക്കി, താളം കൊണ്ട് കാലത്തെ പകുത്ത് അതിനെ ആവിഷ്കരിക്കുകയാണ് സംഗീതം ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപക്ഷെ കലയുടെയും മനുഷ്യാസ്തിത്വത്തിൻ്റെയും ആധാരഭൂതം എന്ന് വിളിക്കാവുന്ന കാലത്തെ സൃഷ്ടിക്കുന്നത് ശിവനാണെന്നും ശിവൻ്റെ കയ്യിലെ ഡമരുവിലെ താളമാണ് കാലത്തെ പകുക്കുന്നത് എന്നും കരുതുന്നുണ്ട്. മുൻവലം കൈയിലെ അഭയമുദ്ര, അത് അഭയഹസ്തം, അത് വിനാശത്തിൽ നിന്നുള്ള വിമുക്തിയെ, വിനാശത്തിൽ നിന്നുള്ള രക്ഷയെ സൂചിപ്പിക്കുന്നു. പിന്നിലെ ഇടംകൈയിൽ ആളുന്ന അഗ്നിയുണ്ട്, അത് ആദിമമായ ഒരു വിലയത്തെ സൂചിപ്പിക്കുന്നു. മുന്നിലെ വലങ്കൈ ദോലഹസ്തം എന്നാണ് അറിയപ്പെടുക. താഴേക്കിങ്ങനെ ചൂണ്ടി നിൽക്കുന്ന കൈയാണ്. അത് സമ്പൂർണമായൊരു സമർപ്പണത്തിൻ്റെ അടയാളമായിട്ട് നിൽക്കുന്നു. മുന്നിലെ വലങ്കൈയാകട്ടെ താഴെ ചവിട്ടി അമർത്തിയിരിക്കുന്ന അപസ്മാര പുരുഷനെയും ചൂണ്ടുന്നുണ്ട്. അങ്ങനെ അപസ്മാര പുരുഷനെ ചവിട്ടി നിർത്തുന്ന അല്ലെങ്കിൽ കീഴടക്കിയ ഇടങ്കാലിലേക്ക് ചൂണ്ടി നിൽക്കുന്ന മുൻവലങ്കൈയാണ് ഈ ദോലഹസ്തം എന്നറിയപ്പെടുന്നത്. പിന്നിലെ ദീർഘവൃത്താകാരത്തിൽ ഒരുപക്ഷെ അതിൻ്റെ പ്രഭാവലയം ഹാലോ എന്നൊക്കെ പറയാവുന്ന ആ പ്രഭാവലയത്തിൽ ജനിമൃതികളുടെ പരമ്പരയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ആ വിശദീകരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വിശദീകരണമൊക്കെ അതിൽ തന്നെ ശരിയെന്ന് പറയണതല്ല കേട്ടോ, മറിച്ച് ഇത്തരം വിശദീകരണങ്ങൾ ഉണ്ടായി ഇതിനൊരു അതിഭൗതിക പരിവേഷം വന്നു. അതുകൊണ്ടൊരു നൃത്തരൂപം മാത്രമൊന്നുമല്ല, ഇതൊരു പ്രപഞ്ച നൃത്തമാണ് എന്ന് മനുഷ്യർക്ക് തോന്നാൻ പാകത്തിനുള്ള വിശദീകരണങ്ങൾ ആനന്ദകുമാരസ്വാമി കൊടുക്കുന്നുണ്ട്. വേറെയും വിശദീകരണങ്ങളുണ്ട്. അതിലൊരെണ്ണം ഞാൻ വായിക്കാം. അത് ഈ ഡമരുവിനെ പ്രപഞ്ചതാളമായി, അഗ്നിയെ ജീവിതലയമായിട്ടല്ല, മനുഷ്യരുടെ ജീവിതോർജം ആളുന്നൊരു അഗ്നി ഉണ്ടല്ലോ, വാസ്തവത്തിൽ ബടവാഗ്നി എന്നൊക്കെ പറയുമല്ലോ. ഈ ആദിമമായ ഒരു ചോദനയെ മുഴുവൻ അഗ്നിയോട് ചേർത്ത് വയ്ക്കുന്നു. ചന്ദ്രക്കല പരമമായ ജ്ഞാനത്തെ, ഗംഗ ജീവജലത്തെ, വലങ്കാലിനെ തിന്മയുടെ നാശത്തെ, ഇടങ്കാലിനെ മോക്ഷത്തിൻ്റെ പാതയെ, അഭയഹസ്തത്തെ സർവാഭയത്തെ, ശിരോവസ്ത്രത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ പ്രഭാവലയത്തിന് മുന്നിൽ പടർന്ന് ഇങ്ങനെ പാറി നിൽക്കുന്ന ശിരോവസ്ത്രമുണ്ട് മറ്റേ നടരാജ വിഗ്രഹത്തിൽ. അത് മായയിൽ നിന്നുള്ള മനുഷ്യരുടെ മുക്തിയെ, പ്രഭാവലയത്തെ, ചാക്രികമായ ജീവിതത്തെ. കാരണം ഇന്ത്യയിലെ ഒരു ജീവിത ദർശനത്തിൽ കാലമെന്ന് പറയുന്നത് ചക്രസദൃശ്യമാണല്ലോ, സൈക്ലിക്കാണല്ലോ, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 4 യുഗങ്ങൾ, ഒരു 4 യുഗം, ചതുർയുഗം പൂർത്തിയായാൽ കൽപ്പാന്തം ഇല്ലേ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു കൽപ്പം പൂർത്തിയാകുന്നു. കൽപ്പാന്തത്തിൽ മഹാപ്രളയം, അത് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് കൽപ്പാന്തകാലം വരെ നിന്നെ ഓർത്തിരിക്കാം എന്ന് പാട്ട് പാടുന്നത്. കൽപ്പാന്തം കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ പറ്റില്ല, കാരണം എല്ലാം പോകും. പിന്നെ പ്രളയമാണ്. ആ പ്രളയത്തിൻ്റെ മുകളിൽ അവസാനം ഒരു ശിശു മാത്രം ഉണ്ടാവും. അതാണ് ഈ ആലിലയിൽ പെരുവിരലിൽ ഉണ്ണുന്ന ഉണ്ണികൃഷ്ണൻ എന്നാണ് പഴയൊരു സങ്കല്പം. ഗുസ്താവ് യുങ് പറയണത് പ്രളയം കഴിയുമ്പോൾ പിന്നെ ഈ ആദിമ ചൈതന്യം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് കാൽവിരൽ ഉണ്ണുന്നത് എന്ന് പറയും. കാരണം പുറത്തൊന്നുമില്ലല്ലോ, തന്നിൽ തന്നെ പൂർത്തിയാണ്. കാൽവിരലിൽ നിന്ന ശിശു എന്ന് പറയുന്നത് തന്നിൽ തന്നെ പൂർത്തി വന്ന ഒരു കേവലതയെ സൂചിപ്പിക്കുന്നു. ഒരു സൈക്കിള് പൂർത്തിയാകുന്നു എന്ന് യുങ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ വ്യാഖ്യാനങ്ങളാണ് കേട്ടോ, ഞാനിതിങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള ഈ ഒരു ചാക്രിക ജീവിതത്തെ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. കേസരി രസമുള്ളൊരു നിരീക്ഷണം പറഞ്ഞത്, ഈ ഇന്ത്യക്കാർ കാലത്തെ ചാക്രികമായിട്ട് കണ്ടു, പാശ്ചാത്യർ പൊതുവെ കാലത്തെ രേഖീയമായി കണ്ടു. കാലം വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യക്കാരും പൗരസ്ത്യരും. കാലം നീളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് പാശ്ചാത്യരും കണ്ടു. കേസരി പറഞ്ഞു, പക്ഷെ വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുന്നത് വട്ടത്തിൽ കറങ്ങിക്കൊണ്ട് നീളത്തിൽ ഓടുന്നൊരു സാധനമാണ് എന്നാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ ശരിയാണ്. കാരണം ഈ സൈക്കിൾ പോലെയെന്ന് പറയും. സൈക്കിൾ നിങ്ങൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിൾ മുമ്പോട്ട് പോകും. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നിങ്ങളും വട്ടം കറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ സൈക്കിൾ ഓട്ടാൻ പറ്റില്ല. അപ്പോൾ സൈക്കിൾ വട്ടത്തിൽ ചവിട്ടിക്കൊണ്ടിരിക്കുക. സ്ക്രൂ നിങ്ങൾ ഇങ്ങനെ തിരിക്കുന്നു, സ്ക്രൂ അങ്ങനെ പോകുന്നു. അതുപോലെ കാലത്തിലൊരു ആവർത്തനമുണ്ട്. ഈ ആവർത്തനത്തിൽ പക്ഷേ ആരോഹണമുണ്ട്. കെ.സി. നാരായണൻ അതിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത് പഞ്ചാരി മേളത്തിൻ്റെ പാറ്റേൺ ഇതാണെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പഞ്ചാരിയിൽ ഈ താളവട്ടങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിങ്ങനെ മുറുകി കാലം മുറുകി വരും. 6ാം കാലം എത്തുമ്പോഴേക്കും ഇതിൻ്റെ അതിഭീകരമായ ആവർത്തന വേഗതയിലേക്ക് വരും. പക്ഷേ ബേസിക് പാറ്റേൺ ഒന്ന് തന്നെയാണ്. അത് മനുഷ്യ ശരീരത്തിൽ, മനുഷ്യക്രമത്തിലുണ്ട് കേട്ടോ. വാസ്തവത്തിൽ രതിയിലൊക്കെ ഇത് തന്നെയാണ്. ആവർത്തനവും ആരോഹണമാണ്. ആരോഹണം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു പാറ്റേൺ കൂടിയാണ്, അല്ലാതെ കൃത്രിമമായിട്ട് ആളുകൾ ഉണ്ടാക്കുന്നതല്ല.
എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, കേസരി കണ്ടത് ഈ കാലമെന്ന് പറയുന്നത് ചാക്രികല്ല, കാലം ആവർത്തിച്ചുകൊണ്ട് ആരോഹണം നടത്തുന്ന ഒന്നാണ്. പക്ഷേ ഇന്ത്യൻ ചിന്തയിൽ പൊതുവെ കാലം ചാക്രികാണെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതിനെ ശിവൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള വിശദീകരണവും ഉണ്ടായി. എന്തായാലും ഇങ്ങനെ പല വിശദീകരണങ്ങൾ ഉണ്ടായ ഒരു സന്ദർഭത്തിലാണ് ഡാൻസ് ഓഫ് ശിവ 1918 വരുന്നത്. അത് വന്നതോടെ ദക്ഷിണേന്ത്യയിലെ 1000 കൊല്ലം പഴക്കമുള്ള ഒരു വിഗ്രഹരൂപം എന്നതിൽ നിന്ന് ഏതാണ്ടൊരു പ്രപഞ്ച നർത്തകൻ എന്ന നിലയിലേക്ക്, ഒരു കോസ്മിക് ഡാൻസർ എന്ന പദവിയിലേക്ക് പെട്ടെന്ന് ഈ നടരാജൻ്റെ സ്റ്റാറ്റസ് എലവേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയാം. പിന്നെ പുള്ളി അവിടെ നിന്ന് താഴോട്ട് പോന്നിട്ടില്ല. ഒരു നൂറ്റാണ്ടായിട്ട് അതിൻ്റെ പല പ്രകാരങ്ങളിൽ ജീവിക്കുന്നു. നർത്തകനായ ശിവനാണ് നടരാജൻ. ലളിതമായിട്ട് പറഞ്ഞാൽ നർത്തകനായ ശിവൻ, അതാണ് നടരാജൻ. പക്ഷേ ഈ നർത്തകനായ ശിവനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മുടെ ആദ്യകാല നടരാജൻ എന്ന പേരിൽ നമ്മൾ കാണുന്നത് താരതമ്യേന വൈകിട്ടാണ്. ആദ്യകാല പ്രമാണങ്ങളിൽ ഒന്നും ഈ നടരാജൻ എന്ന പേര് നമ്മൾ കാണുന്നില്ല. പ്രമാണ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന മറ്റൊരു പേര് താണ്ഡവമൂർത്തി എന്നൊരു പേരാണ്. താണ്ഡവമൂർത്തി എന്നുള്ള പേര് വരുന്നുണ്ട്, നടരാജൻ എന്ന പേരിലല്ല. വാസ്തവത്തിൽ AD 13-ാം ശതകത്തിലെ ഒരു ചോളശാസനത്തിലാണ് 1249 മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ്റെ ഒരു ശാസനത്തിലാണ് നടരാജൻ എന്ന പ്രയോഗം ആദ്യമായിട്ട് വരുന്നത്. തിരുവെങ്കേപുരം ക്ഷേത്രത്തിലാണ് ആ ശാസനം ഉള്ളത്. അങ്ങനെ 13-ാം നൂറ്റാണ്ട് വരെ നടരാജൻ എന്ന ഒരു പേര് സവിശേഷമായി വരുന്നില്ല എന്നാണ് നടരാജൻ്റെ ചരിത്രം വളരെ വിശദമായി പരിശോധിച്ച ജയസൗന്ദരരാജൻ എന്നു പേരായ പണ്ഡിതൻ സൂചിപ്പിക്കുന്ന കാര്യം. അതിനു മുമ്പ് പക്ഷേ ഈ നൃത്തം ചെയ്യുന്ന ശിവൻ എന്ന സങ്കല്പം മുമ്പേ ഉണ്ട് കേട്ടോ, വേറെ പേരിലാണെന്നേ ഉള്ളൂ. മറ്റു പല പേരുകളുണ്ട്. തമിഴകത്ത് വളരെ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന പേര് കൂത്തപ്പിരാൻ എന്ന ഒരു പേര് വ്യാപകമായിട്ടുണ്ട്. കൂത്തപ്പിരാൻ എന്ന പേരുണ്ട്. അതുപോലെ ചോളശാസനങ്ങൾ ആടവല്ലാൻ എന്ന പേരിലും നൃത്തം ചെയ്യുന്ന ശിവനെ പരാമർശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ പർട്ടിക്കുലർ പേര് അദ്ദേഹത്തിന് കൈവരുന്നത്, ഈ ദൈവസങ്കല്പത്തിന് കൈവരുന്നത് 13-ാം നൂറ്റാണ്ടോടെയാണ്. ശിവനെ നർത്തകനായി കാണുന്നു. ശിവനെ നർത്തകനായി കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പഴയൊരു കാര്യമാണ്. ഈ മഹാഭാരതത്തിൻ്റെ പർവ്വങ്ങളിൽ തന്നെ ഒരു ഭാഗത്തെ ഒരു ശ്ലോകം നൃത്യപ്രിയോ നിത്യനർത്തോ നർത്തകോ സർവലാലസ എന്ന് ശിവനെ സ്തുതിക്കുന്നുണ്ട്. അതുകൊണ്ട് ശിവൻ ഒരു ഭാഗത്ത് മൃത്യുവിൻ്റെ ദേവനായിരിക്കുന്ന സമയത്ത് തന്നെ നൃത്തദേവനായിട്ടും വാഴ്ത്തപ്പെടുന്നുണ്ട്. മഹാഭാരതകാലം ഏറ്റവും ചുരുങ്ങിയത് BC 3-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഒരു 10-600 കൊല്ലക്കാലാണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ നോക്കിയാൽ BC അവസാന നൂറ്റാണ്ടുകളാകുമ്പോൾ തന്നെ ഈ നൃത്തം ചെയ്യുന്ന ശിവൻ എന്ന രൂപത്തിലുള്ള ആശയം വരുന്നുണ്ട്. അതിൻ്റെ പല രൂപങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ പേരിലേക്ക് അത് എത്തിച്ചേരുന്നത്, അതായത് സവിശേഷമായ ഒരു നൃത്തദേവത എന്ന നിലയിൽ ശിവനെ കാണുന്നുണ്ടെങ്കിലും നടരാജൻ എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധമായ പേര് അതിനുറയ്ക്കുന്നത് ഞാൻ ഈ പറഞ്ഞ 13-ാം ശതകത്തിൽ എത്തുമ്പോഴാണ്. അതിനു മുമ്പ് തൈത്തിരീയ സംഹിതയിലും കാഠക സംഹിതയിലും ഒക്കെ നടരാജൻ എന്ന പേര്, നൃത്തം ചെയ്യുന്ന ശിവനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തികച്ചും ഭാരതീയം മാത്രമായൊരു സങ്കല്പമല്ല. ഇപ്പോൾ അർത്ഥശില്പങ്ങളായിട്ടോ ശില്പരൂപങ്ങളായിട്ടോ നൃത്തം ചെയ്യുന്ന ശിവനോട് സദൃശ്യമായ ശില്പരൂപങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വ്യാപകമായിട്ടുണ്ട്. അത് ഇന്തോനേഷ്യ, ബാലി, കംബോഡിയ, തായ്ലൻഡ്, നേപ്പാൾ, ശ്രീലങ്ക, ഇങ്ങനെ ദക്ഷിണേഷ്യ എന്ന് വിളിക്കുന്ന മേഖലകളിലുടനീളം ഈ നൃത്തം ചെയ്യുന്ന ശിവനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ഇപ്പോൾ ഈ നടരാജനെക്കുറിച്ചുള്ള ഏറ്റവും ഗംഭീരമായ പഠനം ശിവരാമമൂർത്തി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ തയ്യാറാക്കിയതാണ്. 1974 അത് പുറത്തു വരുന്നത്. അത് അതുല്യമായൊരു പഠനമാണ്. ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വേരുകൾ മുതൽ ഇങ്ങനെ തലപ്പ് വരെ പരിശോധിച്ച് 10,000 ഗ്രന്ഥങ്ങളുള്ള A4 സൈസിൽ ഇതിൻ്റെ എല്ലാം തെളിവുകൾ സമാഹരിച്ചിട്ടുള്ള ഒരു പക്ഷേ ഒരു വിഷയത്തെ ഒരാൾ ഇതുപോലെ ആമൂലാഗ്രം പിടികൂടുന്നത് കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും. ആ മട്ടിൽ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ശിവരാമമൂർത്തിയുടെ ഈ നടരാജൻ. അപ്പോൾ ശിവരാമമൂർത്തി പറയുന്നുണ്ട് അത് തികച്ചും ഒരു ഭാരതീയമായ ദൈവ സങ്കല്പമല്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇന്ന് ഭാരതീയം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വിപുലമായ ഒരു സൗത്ത് ഏഷ്യൻ ഫ്രെയിംവർക്കിനകത്ത് വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ രാമായണത്തെക്കുറിച്ച് പറയുമല്ലോ, ഇന്തോനേഷ്യയിലും ബാലിയിലും സുമാട്രയിലും ഒക്കെ രാമായണം പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ മഹാഭാരത നാടകരൂപമാണ്
ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീന നാടകാവതരണം. അത് മഹാഭാരതത്തെ കേന്ദ്രീകരിച്ചാണ് അവരുടെ ആ നാടകാവതരണം ഉള്ളത്. ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം കംബോഡിയയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കംബോഡിയയിൽ അങ്കോർ വാട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ദേവാലയങ്ങൾ ഒന്ന് ഉള്ളത്. അയോധ്യ എന്ന പേര് തായ്ലൻഡിലുണ്ട്. കൗതുകത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഒരേ ഒരു വിമാന സർവീസിനെ ഗരുഡ എന്ന പേരുള്ളൂ. അത് ഇന്തോനേഷ്യക്കാരുടെയാണ്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. 90% മുസ്ലിങ്ങളാണ് എന്നും ഒക്കെ ഓർക്കണം. നമ്മൾ ഈ അതിര് സങ്കല്പിക്കുന്നതിലൊക്കെയുള്ള അസംബന്ധത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ 300 രാമായണങ്ങളെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഈ നമ്മുടെ കെ രാമാനുജൻ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഒരു കഥ ഒരു സ്ഥലത്ത് ആദ്യം ഉണ്ടായിട്ട് ആ ബേസിക് ടെക്സ്റ്റ് പല സ്ഥലങ്ങളിലേക്ക് പകരുകയല്ല ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥയല്ല, ഒരു കഥാതന്തു, രാമൻ, സീത, ലക്ഷ്മണൻ, രാവണൻ, ഇങ്ങനെയുള്ളൊരു കഥാതന്തു ഉണ്ടാവുന്നു. ഇത് വിവിധ തരത്തിലുള്ള ടെക്സ്ചറുകളായിട്ട് പല പ്രതലങ്ങളിൽ എത്തുകയാണ്. അല്ലാതെ ഒരു ആദിമഗ്രന്ഥത്തിൽ നിന്ന് ഇത് മുഴുവൻ ലോകം പടരുന്നു എന്ന നിലയിൽ ആദിമഗ്രന്ഥം വാൽമീകിയുടെ രാമായണമാണ് എന്നൊന്നും കണക്കാക്കുന്നതിൽ ഒരർത്ഥമില്ല. ഒരു വൃക്ഷരൂപത്തിലല്ല ഇതിനെ കാണേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് അതേ ഒരാശയമാണ് നടരാജൻ്റെ ഈ വ്യാപനത്തെക്കുറിച്ച് ശിവരാമമൂർത്തിയും പറയുന്നത്. ഇവിടെ ആദ്യം ഉണ്ടായ എന്താ പറയുക, വാസ്തവത്തിൽ നമ്മൾ ഈ കണ്ട തായ്ലൻഡിലെയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെയും ഒക്കെ കംബോഡിയയിലെയും ഒക്കെ നടരാജ രൂപങ്ങളോ അതിൻ്റെ പ്രാഗ്രൂപങ്ങളോ, അന്ന് നടരാജൻ എന്ന പേരൊന്നും അവിടെ ഇല്ല, പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക ഏൻഷ്യൻ ഫോംസ് അവിടെയുണ്ട്. ആ രൂപത്തിലേക്ക് നോക്കിയാൽ ഇവിടെ നടരാജൻ എന്ന പേര് ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാലപരമായ പരിശോധന നടക്കുമ്പോൾ, അതായത് ഒരു ബേസിക് മോട്ടീഫ് എന്ന നിലയ്ക്ക് ഇത് വലിയ തോതിൽ സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരത്തിൻ്റെ ഏതോ ഒരു പടവിൽ വച്ച് ഇത് നടരാജൻ എന്ന പേരിലേക്ക് ഉറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ ശില്പകലയിലും ധാരാളം പ്രാചീന സൂചനകൾ നടരാജ വിഗ്രഹത്തിന് ഉണ്ട്. ഗുപ്തകാലം മുതലെങ്കിലും ഈ നൃത്തം ചെയ്യുന്ന ശിവനോടോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ഒരു ദേവതാരൂപത്തെയോ സംബന്ധിച്ചിട്ടുള്ള മുദ്രകൾ നമുക്ക് കാണാൻ പറ്റും. വാകാടകർ, പല്ലവർ, ചാലൂക്യർ, നായകർ, ഹൊയ്സാലർ, വിജയനഗര സാമ്രാജ്യം, ഇതെല്ലാം ഈ നൃത്തം ചെയ്യുന്ന ഒരു ദേവനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ പല രൂപത്തിൽ ശില്പകലയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഏതാണ്ടൊരു 10ാം നൂറ്റാണ്ട് അവസാനത്തോടെ ചോളഭരണത്തിൻ്റെ കാലത്താണ് ഈ പല രൂപങ്ങളിൽ ചെതറി നിൽക്കുന്ന, നമ്മൾ കാണുന്ന ഏൻഷ്യൻ ഫോംസ് ഓഫ് നടരാജ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പൂർണ്ണരൂപം എന്ന നടരാജനൊന്നുമല്ല. ചില ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് കാണാം, ചില പോസ്റ്ററുകളുടെ ആവർത്തനം കാണാം, ചില കൈനിലകൾ, ചില കാൽനിലകൾ ഒക്കെ കാണാമെന്നല്ലാതെ ഇതേ രൂപം പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്ന് കാണുന്ന രൂപത്തെ ഏറ്റവും പുറകോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 10ാം നൂറ്റാണ്ടിലെ ചോള ഭരണകാലത്താണ് എത്തുക. അതുകൊണ്ട് ഇതൊരു ചോള ശില്പമാണ് എന്ന് പൊതുവെ കണക്കാക്കി പോരുന്നുണ്ട്. 10ാം നൂറ്റാണ്ടോടെ ചോള സാമ്രാജ്യം പ്രബലമായൊരു ഘട്ടത്തിൽ ചോളത്തെരുവുകളിൽ എവിടെയോ അവിടുത്തെ ശില്പികൾ സൃഷ്ടിച്ചെടുത്ത ഒരു സവിശേഷ പാറ്റേണാണ്. പക്ഷെ അതിൻ്റെ പൂർവ്വരൂപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ 10-12 നൂറ്റാണ്ടുകളിൽ, 12ാം നൂറ്റാണ്ടിൽ അത് പൂർണ്ണമായി, ഏതാണ്ട് 10-12 നൂറ്റാണ്ടുകൾക്കിടയിൽ അതിൻ്റെ രൂപപരമായ പൂർത്തി കൈവരിക്കുകയും പിന്നീട് ഒരു 1000-1200 കൊല്ലമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് നടരാജൻ എന്ന സങ്കല്പത്തെ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കഴിഞ്ഞ 5 ദിവസം ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളെക്കാളും വാസ്തവത്തിൽ ചരിത്രപരമായ വ്യാപ്തി നടരാജൻ എന്ന സങ്കല്പത്തിനുണ്ട് എന്ന കാര്യം. ഇത് 20ാം നൂറ്റാണ്ടിന് തുടക്കമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊളോണിയൽ ആധുനികതയുടെ ഒരു സന്ദർഭത്തിൽ 2 തരം സമ്മർദ്ദങ്ങൾ ഇന്ത്യയിൽ വികസിച്ചു വരികയാണ്. ഒന്ന്, അഭിജാതമായൊരു ഭൂതകാലത്തെ കണ്ടുപിടിക്കണം. എന്നാൽ ഈ അഭിജാതമായ ഭൂതകാലം കണ്ടെത്തുന്ന സമയത്ത് ഈ അഭിജാത ഭൂതകാലം തിരയാനുള്ള പ്രേരണ തീർത്തും വൈദേശികമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കൗതുകം. അതായത് ഈ ഒരു നാഷണൽ പാസ്റ്റ് എന്നുള്ളത് വാസ്തവത്തിലൊരു വെസ്റ്റേൺ ഐഡിയയാണ്. കാരണം ഈ നാഷൻ സ്റ്റേറ്റോ നാഷൻ്റെ കൾച്ചർ എന്ന് പറയുന്നതോ ഒന്നും ഇന്ത്യയെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു കാര്യമല്ലല്ലോ. 100-200 രാജ്യങ്ങളായിട്ട് തിരിഞ്ഞ്
തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നതിനൊരു പൊതുഭൂതകാലം ഉണ്ടാക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ഇന്ത്യയുടെ അന്നത്തെ സ്വാഭാവിക ആവശ്യമല്ല. പക്ഷേ അധിനിവേശം ഇന്ത്യയിൽ 2 തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒന്ന്, അതൊരു ബൗണ്ടറി രൂപപ്പെടുത്തി. 2, ഈ ബൗണ്ടറിക്കുള്ളിൽ തെക്കോട്ടും വടക്കോട്ടും പായുന്ന തീവണ്ടികൾ വന്നു, കമ്പിത്തപാല് വന്നു, പൊതുവായ ഒരു തരം ഗവൺമെൻറ് മെഷീനറി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഭൗതികമായിട്ട് ഇതിനൊരു അതിർത്തി വന്നു. അങ്ങനെ ഭൗതികമായ അതിർത്തി ഉണ്ടായതുകൊണ്ട് ദേശീയത ഉണ്ടാവുന്നൊന്നും പറയരുത്, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഭൗതിക അതിർത്തി വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ അതിർത്തിക്കകത്ത് തന്നെ അതിനെതിരായ റെസിസ്റ്റൻസും വരുന്നു. ഈ റെസിസ്റ്റൻസിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ തങ്ങളുടെ ഭൂതത്തെ പൊതുവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും പല നിലകളിൽ പിന്നാക്കം നോക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ പിന്നാക്കം നോക്കി ഒരു മഹിമയുറ്റ ഭൂതത്തെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാന താല്പര്യമായിരിക്കുന്നു. പക്ഷെ അങ്ങനെ കണ്ടെത്തുന്ന ഭൂതത്തിന് പാശ്ചാത്യതയുടെ മുദ്ര ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും പ്രധാനമായിരിക്കും. ഇതാണ് ഇതിലെ ഡയലക്റ്റിക് എന്ന് പറയുന്നത്. വളരെ കൊളോണിയലായ ഒരു പ്രൊജക്റ്റിനകത്ത് നിന്നുകൊണ്ടാണ് ഈ ഭൂതത്തെ തിരയുന്നത്. പക്ഷെ അങ്ങനെ തിരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയലിസത്തിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വടക്കമ്പാട്ടി പറഞ്ഞ പോലെയാണ്, കൊണ്ട് നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊന്നത് നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെ കൊളോണിയലിസത്തിൻ്റെ അകത്തുള്ള ഒരു സമ്മർദ്ദം കൊണ്ട് ഭൂതത്തെ തേടിപ്പോവുകയും എന്നാൽ അത് കൊളോണിയലിസത്തിനെതിരായൊരു സമരമുഖമായി ഭാവന ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യരെന്തെല്ലാം പ്രയാസങ്ങളിലാണ് ജീവിക്കണേന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം നിലയ്ക്കൊരു ഭൂതകാലത്തെ കണ്ടെത്തണം, എന്നാൽ അത് ഈ മാതിരിയുള്ള താല്പര്യങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യരുത്. ഈ ഘട്ടത്തിലാണ് ഈ പൗരസ്ത്യവാദികൾ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വലിയ ട്രജക്ടറി ഉണ്ടാക്കുകയും, ഞാൻ ഇന്നലെ പറഞ്ഞ മാക്സ് മുള്ളർ ആയാലും ചാൾസ് വിൽക്കിൻസ് ആയാലും വില്യം ജോൺസ് ആയാലും ഒരു കൂട്ടൻ പണ്ഡിതന്മാർ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒരു തരത്തിൽ അവർ എക്സോട്ടിക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമുക്കത് പലപ്പോഴും ഒരു ഗ്ലോറിഫിക്കേഷനായിട്ട് അനുഭവപ്പെടുകയും ഇതിലൂടെ ഇന്ത്യൻ ഭൂതത്വം നോക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ 3-4 പ്രധാനപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. ഞാൻ ഇന്നലെ ബംഗാൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാവേലും അതുപോലെ ആനന്ദകുമാരസ്വാമിയും അതുപോലെ ഒക്കാക്കുറയും എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ 3 പേര് ഇവിടെയും പ്രധാനപ്പെട്ടതാണ്. അതിൽ 2 പേര് ഇവർ തന്നെയാണ്, ആനന്ദകുമാരസ്വാമിയും ഹാവേലുമാണ്. മറ്റൊന്ന് തിരുവാങ്കൂറിലെ കലയെക്കുറിച്ച് വരെ അക്കാലത്ത് വലിയ തോതിൽ പഠിച്ച സ്റ്റെല്ല ക്രാംറിഷാണ്. സ്റ്റെല്ല ക്രാംറിഷും ആനന്ദകുമാരസ്വാമിയും ഹാവേലും ഒക്കെ ചേർന്ന് ഈ ഘട്ടത്തിൽ ധാരാളം പഠനങ്ങൾ എഴുതുന്നു. ആനന്ദകുമാരസ്വാമിയുടെ ഡാൻസ് ഓഫ് ശിവ 1918 വരുന്നു. 1912 അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത്. അക്കാലത്ത് അതൊരു ലേഖനമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അക്കാലത്ത് അത് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായില്ല. പക്ഷേ 18 പുസ്തകരൂപമായിട്ട് വന്നപ്പോൾ അത് വലിയ തോതിൽ ശ്രദ്ധ നേടുകയും പെട്ടെന്നൊരു നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഫോർമേറ്റീവായിട്ടുള്ള ഒരു ജനറേറ്റീവ് ടെക്സ്റ്റായിട്ട് അത് മനസ്സിലാക്കപ്പെടുകയും ചെയ്തു. 1908 തന്നെ ഹാവേല്, ഇ.ബി. ഹാവേല് ഇന്ത്യൻ സ്കൾപ്ചർ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതുകയും അതിൽ ഈ നടരാജൻ്റെ സവിശേഷമായ പദവിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആനന്ദകുമാരസ്വാമി ഇതിൽ പറയുന്നൊരു കാര്യം തന്നെ പ്രധാനമാണ്. പിന്നീട് ടാവോ ഫിസിക്സിലൊക്കെ അതേ വാക്യം വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രവും കലയും ഒത്തുചേർന്ന ഒന്നാണ് ഈ പറയുന്ന ഡാൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അദ്ദേഹം കണികാഭൗതികത്തിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട്. ശാസ്ത്രവും കലയും ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു നൃത്തരൂപമാണിത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 1911 ഹാവേല് വേറൊരു പുസ്തകം എഴുതുന്നത് ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എന്ന പേരിൽ എഴുതുന്നു. അതിൽ ഈ നടരാജൻ്റെ നൃത്തത്തിൻ്റെ സവിശേഷതകളെ ഞാൻ നേരത്തെ പറഞ്ഞ പൗരസ്ത്യവാദപരമായ ആ തലത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പൊതുവിൽ അക്കാലത്ത് ആളുകളെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൽ സയൻസ് ഉണ്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ ആത്മീയതയുടെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് പ്രാചീന വേദങ്ങളിലുണ്ട് എന്ന് പറയലാണല്ലോ. അപ്പോൾ നമ്മുടെ ആളുകൾ എപ്പോഴും പറയുമല്ലോ ക്വാണ്ടം മെക്കാനിക്സ് വേദത്തിലുണ്ടെന്ന്. ഒരു സെമിനാറിൽ ഞാനുള്ളപ്പോൾ ഒരാളിത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ദൈവത്തിന് തെളിവായിട്ട് ഫിസിക്സിനെ കൊണ്ടുവന്നാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് പ്രധാനമാവും. ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഫിസിക്സ് ആയാൽ ദൈവത്തെക്കാൾ വലുത് ഫിസിക്സ് ആവുമല്ലോ. അത് നിങ്ങൾക്ക് തന്നെ അപകടമാണ്. അതുകൊണ്ട് ആ വാദം പിൻവലിക്കുന്നതാണ് നല്ലത്. ഫിസിക്സിൻ്റെ വഴിക്ക് പോട്ടെ, ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ പൊതുവിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്ത ഒരു വീക്ഷണമാണ്
വാസ്തവത്തിൽ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറയുന്ന അതിഭൗതികമായൊരു തലത്തിൽ ഫിസിക്സിനെയോ ആധുനിക ശാസ്ത്രത്തെയോ അത് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രാകൃതമായ ചില അവതരണങ്ങളാണ് ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയാണ്, ഓരോരുത്തർ അവർക്ക് പറ്റിയ രൂപത്തിൽ പറയുന്നു എന്നേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ. ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി ആണെന്നൊക്കെ ഇപ്പോൾ പറയുന്നല്ലോ. ഇപ്പോൾ വേദത്തിൽ എന്താ പറയുക, ഭൂഖണ്ഡാന്തര മിസൈലുകളെക്കുറിച്ച് സൂചനയുണ്ട് എന്ന് പറയുന്നു. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു അടിസ്ഥാന തകരാറ് ആണ് കേട്ടോ. ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ അതിനെ സാമൂഹ്യ ചരിത്രത്തോട് ബന്ധിപ്പിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ശാസ്ത്രം ടെക്നോളജി മാത്രമാണെന്ന് തോന്നും. അതോടെ ശാസ്ത്ര അസംബന്ധത്തിൻ്റെ ഒരു ചുവട് വയ്ക്കാൻ തുടങ്ങും. നോക്കൂ, വേദത്തിൽ മറ്റേ ഭൂഖണ്ഡാന്തര മിസൈലുണ്ട് എന്നൊരാൾ പറയുമ്പോൾ ഒരു കുഞ്ഞിന് സ്വാഭാവികമായി തോന്നേണ്ട ആദ്യത്തെ ചോദ്യം, അന്ന് ഏത് ലോഹമാണ് ഉണ്ടായിരുന്നത്? ഏത് ലോഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നോ? ഇരുമ്പ് വന്നോ? ഇനി അന്ന് ആ ഇരുമ്പിന് നമ്മുടെ ഭൂമിയുടെ എന്താ പറയുക ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് പോകാനായിട്ടുള്ള ഏത് ഊർജ്ജമാണ് ഉണ്ടായിരുന്നത്? ഇരുമ്പ് ആകാശത്തേക്ക് നേരെ കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ വായുവിൻ്റെ ഘർഷണത്തെ ഭേദിച്ച് അത് ശൂന്യാകാശത്ത് എത്തുമോ എന്ന ഏറ്റവും പ്രാഥമികമായ ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന സൂക്കേടേ ഉള്ളൂ ഇത്. പക്ഷേ ഈ ചോദ്യം ചോദിക്കാൻ കുഞ്ഞുങ്ങളെ നാം പരിശീലിപ്പിച്ചിട്ടില്ല. അതായത് ഒരറിവ് എന്ന് പറയുന്നത് ഒരു സോഷ്യലി സിറ്റുവേറ്റഡ് ആണ്, ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ആണ് എന്നല്ലാതെ അറിവിനെ അബ്സ്ട്രാക്റ്റായിട്ട് മനസ്സിലാക്കുന്നതോടെ അറിവ് അസംബന്ധമാവാൻ ഒരു പ്രയാസമില്ല. നിങ്ങളൊരറിവ് ഒരു സമൂഹ ബന്ധത്തിലും ചരിത്ര ബന്ധത്തിലും പ്രതിഷ്ഠിച്ചാൽ മാത്രമാണ് ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാമെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന കുറേ വിവരങ്ങളുടെ ഒരു ശേഖരമായിട്ട് അറിവ് മാറിത്തീരും. അത്രത്തോളം അപകടം പിടിച്ചൊരു കാര്യമില്ല കേട്ടോ. നാരായണഗുരു അതിനെക്കുറിച്ച് പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, നാരായണഗുരുവിൻ്റെ അടുത്തൊരു വലിയ പണ്ഡിതൻ വന്നിട്ട് ഈ ജാതി വളരെ ന്യായമാണ് എന്ന് വിസ്തരിച്ച് വാദിച്ചു അത്രേ. ഗുരു ഒന്നും പറഞ്ഞില്ല. വാദമൊക്കെ കഴിഞ്ഞ് ഇയാൾ പോയപ്പോൾ ഗുരു തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പണ്ഡിതൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ പുസ്തകം വെച്ച അലമാര പോലെയാണ് എന്ന് പറഞ്ഞു. പുസ്തകം വെച്ച അലമാരയുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അലമാര നിറച്ച് പുസ്തകമാണ്, പുസ്തകം നിറച്ച് വിവരമാണ്. പക്ഷെ ഇതൊന്നും അലമാരയ്ക്ക് ബാധകമല്ല. അലമാരയുടെ പണി ഇത് ചുമന്നുകൊണ്ട് നടക്കല എന്നതുപോലെ ഈ നമ്മൾ സോഷ്യലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ഒരു അറിവിനെ പ്ലേസ് ചെയ്തില്ലെങ്കിൽ വാസ്തവത്തിൽ ഇത് ചുമന്നുകൊണ്ട് നടക്കാമെന്നല്ലാതെ നിങ്ങളെ തൊടൂല. വാസ്തവത്തിൽ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വിദ്യാഭ്യാസം. ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഒരു കുഞ്ഞിന് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ നേടിയ അറിവിൻ്റെ സാമൂഹികമായ ഉത്തരവാദിത്വത്തെയോ ഉള്ളടക്കത്തെയോ അല്പം പോലും അഭിസംബോധന ചെയ്യാത്ത മട്ടിൽ അതിനെ ഒരു ഉപകരണമാക്കി മാറ്റാൻ വാസ്തവത്തിൽ നമുക്ക് കഴിയുന്നു. ഒരുപക്ഷെ മുതലാളിത്തം അറിവിൽ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അറിവിനെ ഉപകരണമാക്കി എന്നുള്ളതാണ്, ഇൻസ്ട്രുമെൻ്റലാക്കി, അല്ലാതെ അതിനെ ഒരു ജീവിതബോധത്തിലേക്ക് എത്തിക്കാൻ അനുവദിച്ചില്ല എന്നതാണ്. അത് പോട്ടെ, അത് വേറൊരു വിഷയം, ഞാൻ സന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ക്രാംകൃഷ്ണൻ്റെയും അനന്തകുമാരസ്വാമിയുടെയും ഹാവേലിൻ്റെയും ഒക്കെ പഠനങ്ങളിലൂടെ ഇത് അതിഭൗതിക പരിവേഷമുള്ള, പ്രത്യേകിച്ചും ആധുനിക ശാസ്ത്രത്തിൻ്റെയും പൗരസ്ത്യമായ അധ്യാത്മത്തിൻ്റെയും കൂടിച്ചേരലാണ് എന്ന വാദം ഉയർന്നതോടെ ആ വാദത്തിന് വലിയ സ്വീകാര്യത കിട്ടി. കാരണം ശാസ്ത്രബോധം എന്നത് തികച്ചും പാശ്ചാത്യമാണ് എന്ന് കരുതുകയും മതം ശാസ്ത്രത്തിനെതിരാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിനെ കൂട്ടിയിണക്കുന്ന ഒരു സംയോഗത്തിൻ്റെ മാർഗമാണ് എന്ന് ഇത് വിവേകാനന്ദനൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വിവേകാനന്ദൻ്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ വിവേകാനന്ദൻ ഈ ആശയം പല നിലയ്ക്ക് പറയുന്നുണ്ട്. ഈ ശാസ്ത്രവും ആധ്യാത്മികതയും തമ്മിൽ ഉള്ള ചേർച്ച, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന ഒരു വാദം വിവേകാനന്ദനിലൊക്കെ കാണാം. അത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ ഒരു ദേശീയ സന്യാസത്തിലും ആത്മീയതയിലും ഈ ആശയം നന്നായിട്ട് കലരുന്നുണ്ട്. ആ കലർപ്പിനെ ഏറ്റവും നന്നായി ആവിഷ്കരിക്കുന്ന ഒരു കലാവസ്തുവായിട്ട് ഈ പറയുന്ന നടരാജ വിഗ്രഹം മാറിത്തീർന്നു. ഇവരുണ്ടാക്കിയ ഒരു ചിന്താ വിശദീകരണ യുക്തി ഏറ്റെടുക്കപ്പെടുകയും അത് പിന്നീട് നടരാജൻ്റെ തുടർജീവിതത്തെ നിർണയിച്ച ഒരു ഹിസ്റ്റോറിക്കൽ ട്രജക്ടറിയെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി തീരുകയും ചെയ്തു. ഈ വാദം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴേക്കും ചുരുങ്ങിയത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടി നടരാജനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയത് 500-ലധികം ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ശിവരാമമൂർത്തി പറയുന്നുണ്ട്. ആ പുസ്തകം വന്നപ്പോൾ തന്നെ 74ആയി, അത് കഴിഞ്ഞിപ്പോൾ 50 കൊല്ലമായിട്ടുണ്ട്. 1000-ലധികം പുസ്തകങ്ങളെങ്കിലും നടരാജനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. വലിയ പണ്ഡിതന്മാർ, ശിവരാമമൂർത്തി തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ. KV സ്വലബിളിൻ്റെ പുസ്തകം വരുന്നുണ്ട്, ആനന്ദതാണ്ഡവ ഓഫ് ശിവാനന്ദമൂർത്തി എന്ന പേരിൽ വരുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ പരാമർശിച്ച കപിലാവാത്സ്യായൻ്റെ പഠനം വരുന്നുണ്ട്. ശിവനടേശ
കാഡൻസ് ആൻഡ് ഫോം എന്ന അവരുടെ പഠനം വരുന്നു. M.M. ഗ്ലാസ്റ്റൺ അദ്ദേഹത്തിൻ്റെ ശിവ ഇൻ ഡാൻസ് മിത്ത് ആൻഡ് ഐക്കണോഗ്രഫി എന്ന ഗ്രന്ഥം വരുന്നു. ഡഗ്ലസ് ബാരറ്റിൻ്റെ ഡാൻസ് ഓഫ് ശിവ ഇൻ ഏർലി സൗത്ത് ഇന്ത്യൻ ആർട്ട് എന്ന ഗ്രന്ഥം, PR ശ്രീനിവാസൻ്റെ ശിവനടരാജ ദ കോസ്മിക് ഡാൻസർ, ഡേവിഡ് സ്മിത്തിൻ്റെ ഡാൻസ് ഓഫ് ശിവ റിലീജിയൻ ആർട്ട് ആൻഡ് പോയട്രി, പ്രതാപാദിത്യ പാലിൻ്റെ ഡാൻസിങ് ഡൈറ്റീസ് ഓഫ് ഇന്ത്യ, സൗന്ദർരാജൻ്റെ നടരാജ ഇൻ സൗത്ത് ഇന്ത്യൻ ആർട്ട് എന്നിങ്ങനെ ഇതൊക്കെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണെന്നേ ഉള്ളൂ. നൂറുകണക്കിനായ പഠനങ്ങൾ മാത്രമല്ല, കവിത വരുന്നു, ആഖ്യാനങ്ങൾ വരുന്നു, അങ്ങനെ പല രൂപത്തിൽ വരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻസ് ഓഫ് ടാവോ ഫിസിക്സിലെത്തുമ്പോൾ കാപ്ര 90കളായപ്പോഴേക്കും കാപ്ര അതിനെ വേറൊരു നിലയിൽ പ്രതിഷ്ഠിച്ചു. കാപ്രയുടെ ഒരു വാക്യം മാത്രം ഞാൻ ഉദ്ധരിക്കാം. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ബേണിലെ പരീക്ഷണശാലയുടെ മുമ്പിൽ, ദൈവഗണം കണ്ടെത്തിയ പരീക്ഷണശാലയുടെ മുമ്പിൽ 6 അടി പൊക്കമുള്ള നടരാജ വിഗ്രഹത്തിൻ്റെ ചുവടെ ഈ വാക്യമാണ് എഴുതി വച്ചിട്ടുള്ളത്. 100s of years ago, Indian artist created images of dancing Shiva in a series of bronzes. In our time, physicists have used most advanced technology to portray the patterns of cosmic dance. അതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു നൃത്തക്രമമുണ്ട്. ആദിമമായ കണികാചലനങ്ങളുടെ ഒരു ക്രമം നോക്കിയാൽ ആദിമമായ കണികാചലനങ്ങളുടെ പ്രാഥമികമായ ക്രമം ഈ ശിവനടനത്തിൻ്റെ അതേ ക്രമമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദ മെറ്റഫർ ഓഫ് കോസ്മിക് ഡാൻസ് യുണൈറ്റ്സ് ഏൻഷ്യൻ മിത്തോളജി, റിലീജിയസ് ആർട്ട് ആൻഡ് മോഡേൺ ഫിസിക്സ്. അങ്ങനെ ഈ ആധുനിക ശാസ്ത്രത്തെയും മതാത്മക കലയെയും പ്രപഞ്ച നടനത്തെയും കൂട്ടിയിണക്കുന്ന ഒന്നായിട്ട് മെറ്റഫർ ഓഫ് കോസ്മിക് ഡാൻസ്, ഈ നടരാജ നൃത്തം മാറിത്തീർന്നിരിക്കുന്നു എന്ന് ഈ കാപ്ര എഴുതുന്നു. ഇത് ഒരു അലങ്കാരിക വാക്യമായിട്ടോ മറ്റോ അല്ല മാറിയത്. ഇന്നിപ്പോൾ ഞാനിത് പറയുന്നത് ഇത് വളരെ സട്ടിലായിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. പക്ഷേ നിങ്ങൾ ഈ കേരളത്തിലൊക്കെ ഇപ്പോൾ അമ്പലപ്പറമ്പുകളിൽ നടക്കുന്ന മതപ്രഭാഷണം നോക്കിക്കഴിഞ്ഞാൽ ഇത് അതേ ക്രൂഡായിട്ട് ഇത് തന്നെ പറയും. കാരണം ഈ ക്വാണ്ടം മെക്കാനിക്സ് വേദത്തിലുണ്ട് എന്ന് പറയുക, എല്ലാ ഗണിത സിദ്ധാന്തങ്ങളും പഴയ വേദഗണിതത്തിലുണ്ടായിരുന്നു എന്ന് പറയുക എന്ന മട്ടിലുള്ളൊരു വ്യവഹാരത്തിലേക്ക്, അതായത് ഒരു നാഷണലിസ്റ്റ് ഹിസ്റ്ററി ആഗ്രഹിച്ച ശാസ്ത്രവും കൂടി, ആധുനിക ശാസ്ത്രം കൂടി ഉൾപ്പെട്ട ഒരു ഭൂതത്തെ അത് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നടരാജ വിഗ്രഹം ദേശീയവാദത്തിന് വലിയ സംഭാവന നൽകുകയും, ഇപ്പോൾ ശിവരാമൂർത്തിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഇന്ത്യയിലെ പ്രക്ഷേപണ മന്ത്രാലയമാണ്, ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി തന്നെ നേരിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, അല്ലാതെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും പ്രസാധകരല്ല. ഇന്ത്യൻ ഭരണകൂടം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്ത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഭരണകൂടം നേരിട്ട് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ശിവരാമൂർത്തിയുടെ. അതായത് അതിനൊരു ഭരണകൂട മുദ്ര കൂടി പതിഞ്ഞ ഒരു വീക്ഷണമാണ് ശിവരാമൂർത്തി അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പക്ഷേ ഈ വാദമൊന്നും വയ്ക്കുന്നില്ല കേട്ടോ, അദ്ദേഹം ഈ പൊസിഷനിലേക്ക് പോയിട്ടില്ല. ഇനി അതുകൊണ്ട് അരനൂറ്റാണ്ടിനിടയിൽ എണ്ണമറ്റ ഗ്രന്ഥങ്ങളുണ്ടായി. ആ ഗ്രന്ഥങ്ങളുടെ ഇങ്ങേ തലത്തെത്തുമ്പോൾ എന്ത് സംഭവിച്ചു? 10ാം നൂറ്റാണ്ടിൽ ചോളത്തെരുവുകളിൽ രൂപപ്പെട്ട ഒരു പ്രത്യേക ശില്പമാതൃക, ഒരു നൃത്തരൂപാവതരണം, അതിൻ്റെ ശില്പരൂപം എന്നതിൽ നിന്ന് തുടങ്ങിയ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ശില്പമാതൃക ഏതാണ്ട് പ്രാപഞ്ചികമായ സമസ്താർത്ഥങ്ങളെയും ആധുനിക ശാസ്ത്രത്തെയും തത്വചിന്തയെയും മുഴുവൻ സംഗ്രഹിക്കുന്ന ഒന്ന് എന്ന പദവിയിലേക്ക് എത്തിച്ചേരുകയും അതിലേക്കുള്ള ഈ സഞ്ചാരത്തിൻ്റെ ഒരു വലിപ്പം കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ഹോട്ടൽ മുറികളിൽ, നമ്മുടെ വിമാനത്താവളങ്ങളിൽ, നമ്മുടെ നൃത്തവേദിയിലൊക്കെ ഇതിങ്ങനെ സ്ഥാനം നേടുകയും ചെയ്യുന്നു. അല്ലാതെ വെറുതെ ഒരു അലങ്കാര ഭംഗി കൊണ്ട് മാത്രമല്ല, ഇതിലൊരു മിസ്റ്റിക് മീനിങ് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു 100 കൊല്ലം കൊണ്ട് നമ്മൾ അർത്ഥമാരോപിച്ച് ഇങ്ങനെ വലുതാക്കിയെടുത്ത ഒന്നായിട്ട് ഇത് മാറി. അത്രത്തോളം വലുതായ ഒരു ശില്പം വാസ്തവത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ദിദർഗഞ്ചി യക്ഷിയുണ്ട്. ദിദർഗഞ്ചി യക്ഷിക്കൊന്നും ഈ വലിപ്പം കിട്ടിയിട്ടില്ല. മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ശില്പങ്ങളിലൊന്നാണ് ദിദർഗഞ്ചി യക്ഷി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹാരപ്പൻ ഡാൻസിങ് ഗേളുണ്ട്. അങ്ങനെ ധാരാളമുണ്ട്. അതെല്ലാം ശില്പമായിട്ട് തന്നെ നിൽക്കുന്നു. നടരാജൻ പക്ഷേ ശില്പമായിട്ടൊന്നുമല്ല. ശില്പത്തിൽ നിന്ന് വിഗ്രഹത്തിലേക്കെത്തി, വിഗ്രഹത്തിൽ നിന്ന് സൗന്ദര്യശാസ്ത്രത്തിലേക്കെത്തി, സൗന്ദര്യശാസ്ത്രത്തിൽ നിന്നും ദർശനത്തിലേക്കെത്തി, ദർശനത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്കെത്തി, ദേശീയമായ ഭൂതത്തിൻ്റെ
മുഴുവൻ സാരസംഗ്രഹം എന്ന പദവിയിലേക്കെത്തി. അങ്ങനെ ഒരു സഞ്ചാര ചരിത്രം വാസ്തവത്തിൽ വേറെ ഒരു ശില്പത്തിനും കൈവന്നിട്ടില്ല എന്നതുകൂടി ഇതിൽ ശ്രദ്ധിക്കണം. ഈ വലിപ്പമാണ് നമ്മുടെയൊക്കെ വീട്ടുമുറികളിലേക്ക് നടരാജനെ എത്തിച്ചത് എന്നുകൂടി. എൻ്റെ വീട്ടിലുണ്ട് നടരാജൻ, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരുടെ വീട്ടിലും നടരാജൻ്റെ പല വലിപ്പത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാവും. അതിങ്ങനെ ഉണ്ടായതാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ലഭ്യമായ മദ്രാസ് മ്യൂസിയത്തിലാണ് നടരാജ വിഗ്രഹങ്ങളുടെ ഒരു പരമ്പര തന്നെ. നിങ്ങൾ എപ്പോഴെങ്കിലും മദ്രാസിൽ പോയാൽ മദ്രാസ് മ്യൂസിയത്തിൽ നടരാജ വിഗ്രഹങ്ങളുടെ പല രൂപങ്ങൾ ആവിഷ്കരിച്ച, പല കാലങ്ങളിലുണ്ടായ പല രൂപമാതൃകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഐഡിയൽ ഫോമായിട്ട് സ്വീകരിക്കുന്നത് 1905 തിരുവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടുകിട്ടിയ നടരാജ വിഗ്രഹമാണ് അതിൻ്റെ ഏറ്റവും ക്ലാസിക് മാതൃകയായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് വേളാങ്കണ്ണിയിൽ നിന്ന് 1872 കിട്ടിയ ഒരു മാതൃകയാണ് അക്കാലം വരെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഈ തിരുവലങ്ങാട് മാതൃക കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒരു ഐഡിയൽ ഫോമായിട്ട് തിരുവലങ്ങാട് നടരാജൻ സ്വീകരിക്കപ്പെടുകയും ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശില്പരൂപം ഏതാണ്ട് തിരുവലങ്ങാട് മാതൃകയുടെ ഫോമാണ്. ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ടാഗോറിനെ പോലെ ആൾ ഋതുരംഗശാല എന്നുള്ളൊരു നാടകം എഴുതുന്നു. അതിൽ നടരാജൻ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി വരുന്നു. 1949 ഇന്ത്യ ഗവൺമെൻറ് നടരാജനെ തപാൽ മുദ്രയായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഞാൻ പറയുന്നത് ഒരു വ്യവഹാരമായി നടരാജൻ ഒരു ശില്പമല്ല. വ്യവഹാരവും ശില്പവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണല്ലോ. അതായത് ഒരു ജനതയുടെ ബോധക്രമത്തെ ആകമാനം ക്രമപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ആശയപരമായൊരു ചട്ടക്കൂട് പോലെയായി നടരാജൻ. അതിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ആശയപരമായ ചട്ടക്കൂട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ളിൽ നിന്ന് തന്നെ ഉത്തരം പറയുന്നു. അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആശയാവലികളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു വലിയ ഡിസ്കഴ്സീവ് ഫ്രെയിമായിട്ട് നടരാജൻ കഴിഞ്ഞ ഒരു 100 കൊല്ലം കൊണ്ട് മാറിത്തീർന്നു. അത് ഹൈലി പൊളിറ്റിക്കലായ ഒരു സംഗതി കൂടിയായിരുന്നു. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം സാന്ദർഭികമായിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. നൃത്തവേദിയിലേക്കുള്ള നടരാജൻ്റെ വരവാണ്. നൃത്തവേദിയിൽ നടരാജൻ മുമ്പില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ ആധുനിക നൃത്തത്തിൻ്റെ, പ്രത്യേകിച്ചും ഭരതനാട്യത്തിൻ്റെ നവീകരണത്തിലെ ഒരു കേന്ദ്ര രൂപകം എന്ന് പറയുന്നത് തന്നെ നടരാജനാണ് എന്ന് പറയാം. 1930 മുമ്പ് നൃത്തവേദിയിൽ നടരാജൻ കാര്യമായിട്ടില്ല. അന്ന് കാര്യമായിട്ടുള്ളത് വേറെ 2 ദൈവതങ്ങളാണ്. അത് ഒന്ന് മുരുകനാണ്, മറ്റൊന്ന് കൃഷ്ണനാണ്. ഈ മുരുകനെയും കൃഷ്ണനെയും ഏതാണ്ട് പുറത്താക്കിയിട്ടാണ് നടരാജൻ കയറി വരുന്നത്. മുരുകനും കൃഷ്ണനും പുറത്താവുകയും നടരാജൻ കയറി വരികയും ചെയ്യുന്നതിൽ വാസ്തവത്തിൽ ഇന്ത്യൻ ആധുനികതയുടെ വേറെ തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യൻ ആധുനികത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായൊരു മാസ്കുലിൻ ഹീറോയിസത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. ഒരു പുരുഷ ബലത്തിലാണ് ഇത് കെട്ടിപ്പടുക്കപ്പെട്ടത്. അങ്ങനെ അല്ലാതാവാൻ ശ്രമിച്ച കുറച്ച് ആളുകൾ, വാസ്തവത്തിൽ ഇന്ത്യയുടെ ദീർഘചരിത്രം നോക്കിയാൽ ഈ മാസ്കുലിൻ ഹീറോയിസവും അതിനോടിടയുന്നൊരു ധാരയും കാണാം. ഒരു പുരുഷ ബലത്തെ കേന്ദ്രീകരിക്കുന്ന, ഞാൻ പുരുഷബലം എന്ന് പറയുന്നത് ആണ് എന്നുള്ള അർത്ഥത്തിലല്ല, താർക്കികത, ബലം, ഭദ്രത, അതിമധ്യാന്ത പൊരുത്തം, അപരനിരാസം, എല്ലാ എതിർവാദങ്ങളെയും ഖണ്ഡിച്ചില്ലാതാക്കുന്ന രീതി, ഇങ്ങനെയെല്ലാം ചേർന്ന ഒന്നിനെ ഞാനൊരു മാസ്കുലിൻ ട്രഡീഷൻ എന്ന് കരുതിയാൽ അത് നമ്മുടെ ഒരു നിലയ്ക്ക് അത് വൈദിക പാരമ്പര്യത്തിലൊക്കെ അതുണ്ട്. വൈദികത എന്ന് പറയുന്നത് പൊതുവിൽ ഈ അന്തിമമായ ശരി പറയുക, അല്ലാത്തതിനെല്ലാം നിരാകരിക്കുക, പൂർവപക്ഷങ്ങൾ ഉദ്ധരിച്ച് ഖണ്ഡിച്ച് അന്തിമമായ ശരി സ്ഥാപിച്ച് മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള ഒരു അന്തിമ ശരിയുടെയും അന്തിമമായ ഉറപ്പിൻ്റെയും അന്തിമമായ അധികാരത്തിൻ്റെയും ഒരാവിഷ്കാരമായിട്ട് സ്വയം പ്രതിഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യം. ഇപ്പോൾ ശങ്കരനിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. എതിർവാദങ്ങളെ ഖണ്ഡിച്ചില്ലാതാക്കി നിലം പരിശാക്കിയിട്ടാണ് മൂപ്പര് മുമ്പോട്ട് പോകുക. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറയുന്നത്, ശങ്കരന് നോക്കൂ എന്തൊരു ബുദ്ധിയാണ്, എന്തൊരു തർക്കപാണ്ഡിത്യമാണ്. അവസാനം ഒരു വരി കൂടിയുണ്ട് കേട്ടോ, പക്ഷേ കാരുണ്യമില്ല. വിവേകാനന്ദൻ അത് പറയാൻ പഠിച്ചിട്ടില്ല. കാരുണ്യമില്ല. ഈ കാരുണ്യമില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ കാര്യം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നാരായണഗുരു. അരുളൻ പനികമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം, അരുളുള്ളവനാണ് ജീവിയെന്നുരുവിട്ടിടുക ഈ നവാക്ഷരി. ഗുരു ഈ അനുകമ്പയെ അവസാനം പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയാൽ, അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുമൊരു ഡമ്പു താനവൻ, മരുഭൂവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫലഗന്ധശൂന്യമാം. ഇങ്ങനെ എഴുതുന്നു. മരുഭൂവിൽ പ്രവഹിക്കും അമ്പു, മരുഭൂമിയിൽ ഒഴുകുന്ന നദി പോലെ പാഴായിപ്പോയ ജീവിതമാണ്. അരുളില്ല എങ്കിൽ അസ്ഥി തോൽ സിര,
നാറുമൊരുടമ്പ്. ഈ നാറുന്ന ഉടമ്പിനെ മനുഷ്യപ്രകൃതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ അനുകമ്പയും സ്നേഹമാണ്. കുമാരനാശാൻ ചണ്ടാലഭിക്ഷയിൽ ഇതിനെ വേറൊരു നിലയ്ക്ക് പറയും. അതിമനോഹരായ കൽപ്പനയാണ്. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി. മൈത്രിക്ക് ഇതിനേക്കാൾ വലിയൊരു വിശദീകരണമില്ല കേട്ടോ. ശാരീരികമായ ഒരു അവസ്ഥയെ ഒരനുഭവമൂല്യാക്കാണ്. ചോരയെ മുലപ്പാലാക്കുന്നു. എന്താണ് ചോരയെ മുലപ്പാലാക്കുന്നത്? മൈത്രിയാണ്, സ്നേഹമാണ്. അതുകൊണ്ട് ഈ സ്നേഹം എന്ന് പറയുന്നത് കുറഞ്ഞൊരു കാര്യമൊന്നുമല്ല. സ്നേഹം എന്നത് ഈ ചോരയിൽ നിന്ന് മുലപ്പാലിലെത്തുന്ന ഒരു സാധനമാണ്. ആ സ്നേഹത്തെയാണ് വാസ്തവത്തിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സിൽ അതുണ്ട് കേട്ടോ. ആ സ്നേഹത്തിൻ്റെ ഒരു ബലമുണ്ട്. വാസ്തവത്തിൽ ഫാഷിസം നശിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? മനുഷ്യർക്കിടയിലെ സ്നേഹത്തിൻ്റെ സാർവത്രികത, അത് നൽകുന്ന പാരസ്പര്യത്തെ, അത് നൽകുന്ന സാഹോദര്യത്തെ, അതിനെ നശിപ്പിച്ച് പകയും വിദ്വേഷവും വെറുപ്പും ആകാവുന്നത്ര ഓരോ ജീവിത പരിസരത്തും പടർത്തി തമ്മിൽ എതിരിട്ട് നിൽക്കുന്നവരാണ് എല്ലാവരും എന്ന ബോധ്യത്തിലേക്ക് മുഴുവൻ ആളുകളും എത്തുന്നതോടെ ഫാഷിസം സാർവത്രികമായി വിജയിക്കും. അതുകൊണ്ട് ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ ഒന്നാമത്തെ സമരായുധം സ്നേഹം എന്നുള്ളതാണ്. ചെറിയ കാര്യമല്ല അത്. അതുകൊണ്ടാണ് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം എന്നൊക്കെ ആശാൻ ഇങ്ങനെ ചണ്ടാലഭിക്ഷയിൽ പറയുന്നു. 1923. അംബേദ്കർ അക്കാലത്ത് മൈത്രിയിലൊന്നും എത്തിയിട്ടില്ല. അംബേദ്കർ എത്തുന്നത് 53. ആശാൻ പക്ഷേ മൈത്രി 23 പറഞ്ഞു. അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി എന്ന്. നമുക്ക് സംഭവിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്നേഹം, സാഹോദര്യം, മൈത്രി എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായ അർത്ഥമൊന്നുമില്ലാത്ത വെറും അലങ്കാരവാക്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടത്ര വിവേകമേ നമുക്കുണ്ടായുള്ളൂ. ആ വാക്ക് ആഴത്തിൽ അർത്ഥമുള്ളതാണ്. ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിനെതിരെ ഉയർന്നു വന്ന ബദൽധാരയെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ബുദ്ധൻ മുതൽ ഇങ്ങോട്ടുള്ള, ബുദ്ധനിൽ നിങ്ങൾക്ക് കാണാം, ഭക്തികവികളിൽ കാണാം, സൂഫി പാരമ്പര്യത്തിൽ കാണാം, ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ കാണാം, രമണ മഹർഷിയിൽ കാണാം, ഗുരുവിൽ കാണാം, ഗാന്ധിയിൽ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ബലമില്ല. ബലത്തിനെതിരെയുള്ള നിപ്പ. അവർ ബലത്തിലല്ല നിൽക്കുന്നത്, മറിച്ച് ബലത്തിനപ്പുറം സ്നേഹത്തിലേക്കാണ്, തുറസിലേക്കാണ്, അനുകമ്പയിലേക്കാണ്, കരുണയിലേക്കാണ്, തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കാണ്. തൻ്റെ ബലത്തിലും മഹിമയിലും തൻ്റെ ആദിമധ്യാന്തപരമായ ഭദ്രതയിലുമല്ല, തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കാനുള്ള ശേഷിയിലാണ് വാസ്തവത്തിൽ അവരൊക്കെ നിലക്കൊണ്ടത്. ഇപ്പോൾ രമണ മഹർഷിയോട് ചോദിക്കുന്ന ഒരു മനോഹരമായ ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞോന്നറിയില്ല. ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ് എന്ന് ചോദിക്കും. അപ്പോൾ മഹർഷി പറയും, ഒറ്റ വാക്യമാണ്, ദെയർ ഇസ് നോ അതർ. നോക്കൂ, ആ വാക്യത്തേക്കാൾ വലിയൊരു ഉത്തരവില്ല കേട്ടോ. എൻ്റെ ഓർമ്മ മൂപ്പര് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഗുണം ഇത്. മാർക്സ് പണ്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. മാർക്സ് പറയുന്ന ഒരു വാക്യം, മനുഷ്യവംശത്തിൻ്റെ യാതനയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായേനെ എന്നാണ്. ഞങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊഫസർമാരായതെന്ന് കൂടി അതിൻ്റെ അകത്തൊരു സൂചനയുണ്ട്. എന്നാലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, അങ്ങനെ ഇന്ത്യൻ പാരമ്പര്യത്തിനകത്ത് 2 ധാരകളാണിത്. ബ്രാഹ്മണ പാരമ്പര്യം ശക്തിയുടെയും ബലത്തിൻ്റെയും താർക്കിക ഭദ്രതയുടെയും ഒക്കെ ഒരു തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ബുദ്ധൻ മുതലാരംഭിക്കുന്ന ശ്രമണ പാരമ്പര്യം അലിവിൻ്റെ, കരുണയുടെ, അപരോന്മുഖതയുടെ, അഴിവിൻ്റെ, അനുകമ്പയുടെ ഒരു വഴിയിലാണ്. ഈ അനുകമ്പയുടെ വഴി ഞാനൊരു കാര്യം കൂടി പറയാം. ഇത് 1924 അല്ല 2024 24 924 ആലുവയിൽ സർവ്വമത സമ്മേളനം ചേർന്നത്. മാർച്ച് 3ഉം 4ഉം. സർവ്വമത സമ്മേളനത്തിൻ്റെ മോട്ടോ എന്താണെന്നറിയോ? വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം ഈ വാദിച്ച് ജയിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ആരെയാണോ വാദത്തിൽ തോൽപ്പിച്ചത് അയാൾ എന്നേക്കുമായി നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ജയിച്ചു എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ നിങ്ങളെ അയാൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അന്തിമ ഫലം. മറിച്ച് അറിയുക എന്ന് പറയുന്നത് എന്താണ്? അറിയുക എന്ന് പറയുന്നത് അപരത്തെ ഉൾക്കൊള്ളലാണ്. അറിയിക്കുക എന്ന് പറയുന്നതോ അപരത്തിലേക്ക് കടന്നു നിൽക്കലാണ്. അപരവും ആത്മവും തമ്മിലുള്ള വിനിമയങ്ങളാണ് അറിയലും അറിയിക്കലും. അപരനിഷേധമാണ് വാദിക്കലും ജയിക്കലും. അതുകൊണ്ട് തന്നിൽ നിന്ന് താനല്ലാത്തതിനെ മുഴുവൻ തുടച്ചു മാറ്റുന്ന, നിരാകരിക്കുന്ന ഒരു ഹിംസയുടെ യുക്തിയാണ് വാദിച്ച് ജയിക്കൽ. അതുകൊണ്ടാണ് ഗുരു വാദിക്കാനില്ല എന്ന് പറഞ്ഞു. ഗുരുവിന് പാണ്ഡിത്യത്തോട് അത്ര വലിയ മതിപ്പൊന്നും ഇല്ലായിരുന്നു. വലിയ ചില പണ്ഡിതന്മാരെക്കുറിച്ച് ഗുരു ഇടക്ക് പറയും, അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്ന് പറയും. മറ്റേ അലമാരയാ,
ഗുരുവിന് അത്രേ പറയുള്ളൂ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ശിവനെയും ഈ കൃഷ്ണനെയും മുരുകനെയും ഒക്കെ പോലുള്ള ഒട്ടൊക്കെ ലീലാഭാവമുള്ള ഐന്ദ്രിയതയുള്ള ജീവിതോത്സാഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കാമനാജീവിതങ്ങളുള്ള ദൈവസങ്കല്പങ്ങളെ അരങ്ങീന്ന് പുറത്താക്കുന്നു. ഇപ്പം തായേ യശോദ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അവൻ ബാലനല്ലടി, അവൻ എന്താ പറയുക, മറ്റേ മാരനെപ്പോലെ വായിൽ മുത്തമിട്ടാൻ എന്നാണ്. ഇപ്പം നിങ്ങൾ ഇനി ആ ഡാൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് കവളത്ത ഉമ്മ വായിൽ മുത്തമിട്ടാൻ എന്നാണ് പദം. പക്ഷേ ഇപ്പം അഭിനയിക്കുന്നത് വായിൽ മുത്തമിടുന്നതല്ല. കാരണം വായിൽ മുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാണല്ലോ. പണ്ട് വിജയമാഷ്ടൊരു വലുതുണ്ട്, ഈ ഓറൽ എറോട്ടിസം എന്ന ഫ്രോയിഡിൻ്റെ ആശയം വന്നല്ല. അപ്പോൾ ഫ്രോയിഡ് അത് മാഷിങ്ങനെ പറഞ്ഞ സമയത്ത് ആരോ ചോദിച്ചു അത്രേ, വായിൽ എന്തെന്നാണ് ഇത്ര എറോട്ടിസം എന്ന് ചോദിച്ചു. അപ്പോൾ മാഷ് ചോദിച്ചു, നിങ്ങൾ ഭാര്യയെ ഉമ്മ വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് എപ്പോഴെങ്കിലും എന്ന് ചോദിച്ചു എന്നൊരു ഫലിതമുണ്ട്. എന്നതുപോലെ വായിൽ മുത്തമിട്ടാൻ എന്നതിന് നമ്മളിപ്പോൾ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെ അല്ലാണ്ടാക്കി. മറ്റേ വത്തിക്കാനിൽ പണ്ട് മറ്റേ മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രങ്ങളിൽ നഗ്നരൂപങ്ങൾക്ക് മുകളിൽ പിന്നീട് മാർപ്പാപ്പ പറഞ്ഞ് തുണി വരച്ച് ചേർത്തല്ല എന്നതുപോലെ സാനിറ്റൈസ് ചെയ്തു. ഇങ്ങനെ നമ്മുടെ വാസ്തവത്തിൽ ഈ സതിരിൽ പ്രധാനമായിരുന്ന ഈ മുരുകനെയും കൃഷ്ണനെയും പോലുള്ള ലീലാപരതയുള്ള ഐന്ദ്രിയതയുള്ള സ്നേഹവാത്സല്യങ്ങളുള്ള കാമനാജീവിതമുള്ള തൃഷ്ണയുടെ പലതരം സഞ്ചാരങ്ങളുള്ള ദൈവങ്ങൾക്ക് പകരം ആധുനിക രാഷ്ട്രത്തിൻ്റെ ഒരു ബലിഷ്ഠ രൂപത്തെ ആവിഷ്കരിക്കാൻ പര്യാപ്തമായ ദൈവതമായിട്ട് നടരാജൻ മാറി. നടരാജൻ സ്റ്റേജിൽ വന്നത് വെറുതെ ഉള്ളൊരു വരവല്ല, മറിച്ച് ഈ ഫെമിനൈൻ എന്ന് പറയപ്പെട്ട ഒരു സ്ത്രൈണമായ ദേശീയ പാരമ്പര്യത്തിന് മുകളിൽ പുതുതായി നിർമ്മിച്ചെടുക്കപ്പെട്ട ഒരു മാസ്കുലിൻ ഹീറോയിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മൂർത്തിയായിട്ട് നടരാജൻ മാറി. ആ മൂർത്തിയെ ആവിഷ്കരിക്കുന്ന ഒരു ഐറ്റം രുക്മിണി ദേവി വികസിപ്പിച്ചെടുക്കുകയും നടനമാടിനാർ ആനന്ദതാണ്ഡവം എന്ന പേരിൽ അത് നമ്മുടെ നൃത്തവേദിയിൽ ഏതാണ്ട് 1940 മുതൽ ബലം നേടുകയും ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ നൃത്തവേദിയിലെ പ്രധാനപ്പെട്ട ഇനങ്ങളിലൊന്നായിട്ട് ഈ ഡാൻസ് തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇത്രയൊക്കെ ചരിത്രമുണ്ടെന്ന് ഡാൻസുകാർ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു മയം ഉണ്ടാവും. അവർ കരുതുന്നത് ഇത് ശിവൻ ഡാൻസ് ചെയ്യണതാണെന്നാണ്. വാസ്തവത്തിൽ ഇത് ഇങ്ങനെ ഉണ്ടായി വന്ന, ഞാനതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ ഈ ദൈനംദിനം ജീവിക്കുന്ന ജീവിതമാണ്. ഞാൻ സമീപകാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ഉദയംപേരൂർ സുന്നഹദോസിലാണ് ഈ പള്ളിമണി പള്ളിക്ക് അകത്ത് കെട്ടിയിട്ടല്ല അടിക്കേണ്ടത്, പുറത്ത് വലിയ ഗോപുരം ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടിയിട്ട് വേണം മണി അടിക്കാൻ. അപ്പോഴേ ഈ പ്രദേശം മുഴുവൻ കേൾക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിയാണ്. ഈ പള്ളിമണി ഞാൻ 55 കൊല്ലമായിട്ട് കേൾക്കുകയാണ്. ഇത് ഉദയംപേരൂർ സുന്നഹദോസ് ഉണ്ടാക്കിയ ഒരു ആശയമാണെന്ന് അറിയുന്ന സമയത്ത് ഈ മണിക്ക് വേറെ അർത്ഥമായി. ഈ മണിമുഴക്കത്തിന് ചരിത്രത്തിൻ്റെ ഒരുപാട് വ്യാപ്തി വന്നു. മറ്റത് വെറുതെ ഒരു മണിയായിരുന്നു. ഇപ്പോൾ അത് പോർച്ചുഗീസുകാരുടെ വരവ്, ഉദയംപേരൂർ സുന്നഹദോസ്, കേരളത്തിലെ മതകോളനീകരണം, അതുണ്ടാക്കിയ അർത്ഥവിവക്ഷകൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ മണിയായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുന്നത് നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലമല്ല, നമ്മുടെ ജീവിതമാണ് ചരിത്രം എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ഡാൻസിൽ ഈ ദൈവം വന്ന് കയറുകയും നടരാജൻ അരങ്ങിലെത്തുകയും ഏതാണ്ടൊരു പുരുഷ നടനത്തിൻ്റെ യുക്തിയെ, പുരുഷ ബലത്തിൻ്റെ യുക്തിയെ നമ്മുടെ നൃത്തവേദിക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ രുക്മിണി ദേവിയുടെ ഡാൻസിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, കുറച്ചുകൂടി ബലിഷ്ഠമായ ചുവടുകളിലേക്ക് നീങ്ങുന്നു. ലാസ്യത്തിന് പകരം കുറേ കൂടി ബലിഷ്ഠതയുള്ള, പ്രിസിഷനുള്ള ഒന്നായിട്ട് നൃത്തവേദി മാറിത്തീരുകയും ലാസ്യം ലയം എന്ന് പറയുന്ന ശൃംഗാരപ്രധാനമായ ഒന്നിന് പകരം ബലത്തിൻ്റെയും കണിശതയുടെയും താർക്കികമായ ഭദ്രതയുടെയും ഒരു പാറ്റേൺ, അടവുകളും ചുവടുകളും ഒക്കെ സതിരിൽ നിന്ന് തന്നെ സ്വീകരിച്ചുവെങ്കിലും അതിൻ്റെ വിന്യാസത്തെ അതിനുള്ളിൽ തന്നെ മറ്റൊരു നിലയിൽ എന്താ പറയുക പുനഃക്രമീകരിക്കുന്നുണ്ട്. ആ പുനഃക്രമീകരണത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഒരു തരത്തിലുള്ള ഈ മാസ്കുലിനിറ്റി എന്ന് വിളിക്കാവുന്നതിൻ്റെ ഒരു തരത്തിലുള്ള അട്രിബ്യൂഷനാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട്
ഇപ്പോൾ നടരാജനെ നോക്കിയാൽ നിങ്ങൾ ഡാൻസ് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നൃത്തം തുടങ്ങുന്ന സമയത്ത് നർത്തകിമാർ ഈ നടരാജനെ കൈകൂപ്പി വണങ്ങുന്നു. ഒന്നുകിൽ അലപത്മ മുദ്ര കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ പൂക്കൾ കൊണ്ടോ ഒക്കെ നടരാജനെ പൂജിച്ച് ഏതാണ്ട് ഒരു ക്ഷേത്രവേദിയാക്കി മാറ്റിയിട്ടാണ്. അങ്ങനെ ക്ഷേത്രവും പുഷ്പാഞ്ജലിയും പ്രദക്ഷിണവും ഒക്കെ ആയിട്ട് ഈ നമ്മുടെ ഡാൻസ് സ്റ്റേജ് മാറിത്തീരുന്നത് നമുക്ക് കാണാം. അതിൽ ആൻമേരി ഗാസ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ഒരു പണ്ഡിത പറയുന്നൊരു കാര്യം, ഇതിൻ്റെ ഫലമായിട്ട് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവവേളകളിൽ നർത്തകിമാർ നൃത്തം ചെയ്യരുത് എന്ന നിലയിലേക്ക് അതെത്തി. ഇനി സ്റ്റേജിൽ ചെയ്തില്ലെങ്കിൽ പോലും ഡാൻസ് ക്ലാസ്സുകളിൽ പോകാൻ പാടില്ല, കാരണം ദൈവം ഇരിക്കുകയാണല്ലോ. അങ്ങനെ ആർത്തവാശുദ്ധി നൃത്തവേദിയിലേക്ക് വരെ വരുന്ന മട്ടിൽ നടരാജൻ്റെ രംഗസാന്നിധ്യം വഴിവെക്കുന്നുണ്ട് എന്ന് ഇതേക്കുറിച്ച് പഠിച്ച ആൻമേരി ഗാസ്റ്റൺ അവിടെ രൂപപ്പെടുന്നു. അങ്ങനെ ഇതും ഒരു 18-ാം പടി പോലെ ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഡാൻസ് സ്റ്റേജിനകത്തേക്ക് ഒരു തരത്തിലുള്ള, ഞാനതാ പറഞ്ഞ ഒരു മാസ്കുലിൻ ഫ്രെയിം ഇതിനകത്ത് രൂപപ്പെട്ടു വരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആനന്ദ താണ്ഡവം വരുന്നു. ആനന്ദ താണ്ഡവം എന്താണ്? ലാസ്യത്തിന് പകരം വീര്യത്തിനാണ്. മറ്റത് പൊതുവിൽ ലാസ്യവും ലയാത്മകതയുമാണെങ്കിൽ വീര്യവും ചടുലതയും ഇതിൻ്റെ പ്രധാനമായി തീരുന്നു. നടനമാടിനാർ എന്നുള്ള ഐറ്റം വരുന്നു. ഇപ്പോൾ ഈ നടനമാടിനാറിൽ തന്നെ അനുപല്ലവിക്കും ചരണത്തിനുമിടയിലുള്ള ജതിസ്വരങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് തങ്ങളുടെ ഈ ചടുലതയെയും തങ്ങളുടെ ഈ ഒരു തരം വീര്യത്തെയും പ്രകാശിപ്പിക്കാൻ പോകുന്ന അവസരമായിട്ട് പൊതുവിൽ ഇപ്പോഴും നമ്മുടെ നൃത്തവേദിയിൽ കാണാം. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയല്ല, ആ പെർഫോമൻസിൽ ഇപ്പോഴും അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ അരങ്ങിലെ പുതിയ ദൈവതമായിട്ട് നടരാജൻ മാറിത്തീരുകയും അപ്പോൾ സ്ത്രൈണവും ഐന്ദ്രിയവുമായ ഒരു പഴയ നൃത്തദേവതകൾക്ക് പകരം പുതിയ പുരുഷദേവത, പുരുഷബലമുള്ള ദാർഢ്യമുള്ള പ്രപഞ്ചനായകൻ പോലും ആകാൻ കഴിയുന്ന ഒരു വിശ്വനടനത്തിൻ്റെ പ്രതീതിയെ മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ദേവതാരൂപം നൃത്തവേദിയിലേക്ക് വന്നു. ഇതേക്കുറിച്ച് തന്നെ മറ്റു ചിലർ, ഇപ്പം മാത്യു അലൻ എന്ന് പറഞ്ഞ് ഇതേക്കുറിച്ച് പഠിച്ചൊരു പണ്ഡിതൻ പറയുന്നൊരു കാര്യം, വാസ്തവത്തിൽ ഈ നടരാജൻ പ്രബലമായതോടെ ഈ ശിവസങ്കല്പത്തിൽ തന്നെ തമിഴകത്തൊക്കെ ഉണ്ടായിരുന്ന പ്രാദേശികമായ പല പല വാമൊഴികളും, അല്ലെങ്കിൽ വാമൊഴിയല്ല, പ്രാദേശികമായ ഒരു അവതരണ രൂപങ്ങൾ പലതും ഇല്ലാണ്ടായി. ശിവൻ്റെ തദ്ദേശീയ ആവിഷ്കാരങ്ങൾ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, മാരിമുത്തുപിള്ളയുടെ ഒരു പഴയ പദമുണ്ട്, എന്നേരവും എന്ന് പറഞ്ഞ് എല്ലാ നേരവും ഇങ്ങനെ ഈ കാലും ഉയർത്തി നിൽക്കുന്ന എന്തിനാണ് എന്ന് മൂപ്പരോട് ചോദിക്കുന്ന മട്ടിലുള്ള ഒരു പദമാണ്. അത് ഒരു പ്രദേശത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തെരുവിൽ വരാനോ എന്ന് പറഞ്ഞിട്ട് 17-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പ്രാദേശികമായ ഒരു പദം, നടമാടി തിരുണ്ട എന്ന പേരിൽ പാപവിനാശ മുതലിയാർ എഴുതിയ ഒരു പദം. ഇതിലൊക്കെ കാണുന്നത് ശിവനെ ചിലപ്പോൾ കളിയാക്കുകയോ ചിലപ്പോൾ പരിഹാസപൂർവ്വം കാണുകയോ, ഇങ്ങനെ കാലുയർത്തി നിൽക്കുന്നതുകൊണ്ട് എന്താ കാര്യം എന്ന് ഒട്ടൊക്കെ കളിമട്ടിൽ ദൈവത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന, അതായത് ദൈവവും താനും തമ്മിൽ വലിയ അകലമൊന്നുമില്ലാത്ത മട്ടിൽ സംസാരിക്കുന്ന ദൈവതങ്ങളെ, ദൈവതാഭാവങ്ങളൊക്കെ ശിവനിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ശിവൻ നമുക്ക് അപ്രാപ്യമായ ഏതോ അതീത പദവിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാസ്കുലിനിസം അതിലേക്ക് തള്ളിക്കയറ്റപ്പെടുകയും അതിൻ്റെ ഒരു ലോക്കൽ എന്താ പറയുക എവരിഡേനെസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു എവരിഡേ ഫിഗർ എന്നതിൽ നിന്ന് ഒരു കോസ്മിക് ഫിഗറിലേക്ക് ഈ ശിവനെ പ്രാദേശികമായി തന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശിവൻ്റെ പ്രാദേശിക സ്വത്വത്തിൻ്റെ ഒരു നഷ്ടം കൂടി വാസ്തവത്തിൽ ഈ നടരാജൻ എന്ന സങ്കല്പം വഴി വരുന്നുണ്ട് എന്ന് പറയാം. ഈ ശിവനെ ഇന്ത്യക്ക് പുറത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പല നർത്തകരും ഏറ്റെടുക്കുകയും ഈ നടരാജനെ ഏറ്റെടുക്കുകയും, പ്രത്യേകിച്ചും ടെക്സോണിനെ പോലെയുള്ള ഒരു നടൻ, റൂത്ത് ഡെന്നിസിനെ പോലുള്ള ഒരു നടൻ, രാഗിണി ദേവി, എസ്തർ ഷർമാൻ, അവർ പിന്നെ സ്വീകരിച്ച പേരാണ് രാഗിണി ദേവി. ഇങ്ങനെ എസ്തർ ഷർമാനും സ്വാണും അതുപോലെ റൂത്ത് ഡെന്നിസ്, ഇങ്ങനെയുള്ള പലരും ഈ എന്താ പറയുക നമ്മുടെ തന്നെ ഹരികൃഷ്ണനെ പോലുള്ള നർത്തകർ, ഇവരൊക്കെ ഈ ശിവൻ എന്ന ഈ ഒരു നടരാജരൂപം എന്നത് ഒരു പ്രധാനപ്പെട്ട നൃത്ത ഇനമാക്കി മാറ്റുകയും ഇന്ത്യയുടെ ഒരു നൃത്ത ഭാഷ എന്ന നിലയിൽ യൂറോപ്യൻ നൃത്തവേദികളിൽ ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യൂറോപ്പിലേക്കും ഇത് എത്തിച്ചേരുന്നു. ഒരു നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ ഇന്ന് കാണുന്ന നടരാജ വിഗ്രഹത്തിൻ്റെയും നടരാജ സങ്കല്പത്തിൻ്റെയും ഒരു ദൃഢീകരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് നമ്മുടെ നൃത്തവേദി കൂടിയാണ്. ആ നൃത്തവേദിയാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30കൾ മുതലുള്ള മറ്റ് ചില എന്താ പറയുക ഒരു ഐഡിയോളജിക്കൽ
താല്പര്യങ്ങൾ കൂടിക്കലർന്ന് പ്രവർത്തിച്ച ഒന്നാണ് താനും. ഇങ്ങനെ പക്ഷേ ഇതിൽ ഒരു കാര്യമുണ്ട്, ഇതിനോട് എതിർത്ത് നിന്ന ഒരു നർത്തകി കൂടിയുണ്ട്, അതുകൂടി പറയണം. അത് ബാലസരസ്വതിയാണ്. ബാലസരസ്വതി സ്റ്റേജിൽ ഈ എന്താ പറയുക, നടരാജനെ വയ്ക്കുന്നതിനെതിരായിരുന്നു. അവർ രണ്ട് നിലയ്ക്കാണ് പറഞ്ഞത്. അവർ സിമ്പിളായി പറഞ്ഞത്, നടരാജൻ ഇങ്ങനെ അറ്റത്തിരുന്ന് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് കാലൊക്കെ ഉയർത്തേണ്ടി വരും, അപ്പോൾ നടരാജൻ്റെ തലയുടെ മുകളിലായിരിക്കും പലപ്പോഴും കാല്, അത് നടരാജനും മോശമാണല്ലോ എന്ന നിലയ്ക്ക് വളരെ ലളിതമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരുടെ ബേസിക്കായ ഒരു വിപ്രതിപത്തി ഈ ആ കാലുയർത്തൽ മാത്രമല്ല, മറിച്ച് ദൈവാരാധന എന്ന് പറയുന്നത് ഇങ്ങനെ ഡാൻസിൻ്റെ സ്റ്റേജിൽ വിഗ്രഹം കൊണ്ടൊന്നും വയ്ക്കലല്ല, അത് മറ്റൊരു കാര്യമാണ്. നൃത്തം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ദേവതാരാധനയോ അർച്ചനയോ അല്ല എന്നതായിരുന്നു അവരുടെ പൊസിഷൻ. അതുകൊണ്ട് രുക്മിണി ദേവി കൊണ്ടുവന്ന ആ പരിഷ്കാരത്തോട് കഠിനമായി അക്കാലത്ത് വിയോജിച്ചത് ബാലസരസ്വതിയാണ്. അവരൊരിക്കലും സ്റ്റേജിൽ അത് വെച്ചുമില്ല. പക്ഷെ അവരുടെ വിയോജിപ്പുകൾ പൊതുവിൽ ഞാൻ ആദ്യത്തെ പ്രഭാഷണത്തിൽ ഒരിടത്ത് പറഞ്ഞതുപോലെ പിൽക്കാല ഇന്ത്യൻ നൃത്തവേദിയിൽ ബാലസരസ്വതിയുടെ വഴിക്ക് വലിയൊരു സ്വാധീനമാവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ നോക്കിയാൽ ഇന്ന് എന്താണ് നടരാജൻ എന്ന് ചോദിച്ചാൽ, ഏത് വഴിയിലാണെന്ന് ചോദിച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, എത്രയോ വഴികൾ നടരാജനിലേക്ക് വരുന്നു. ഒരു ശില്പ പാരമ്പര്യത്തിൻ്റെ വഴി വരുന്നു, ഒരു നൃത്ത പാരമ്പര്യത്തിൻ്റെ വഴി വരുന്നു, മതദർശനത്തിൻ്റെ വഴി വരുന്നു, ശാസ്ത്രവിചാരങ്ങളുടെ വഴി വരുന്നു, കമ്പോള യുക്തികൾ വരുന്നു, ദേശീയമായ ഒരു ഭാവന വരുന്നു. ഇതെല്ലാം കൂടി ഒരു ബിംബത്തിൽ, ഒരു വിഗ്രഹത്തിൽ കൺവർജ് ചെയ്ത് അത് ഒരു നാഷണൽ ഐക്കണായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നു. ഈ നാഷണൽ ഐക്കണയാണ് നമ്മൾ വീട്ടിൽ വാങ്ങി വയ്ക്കുന്നത്, ഞാനായാലും നിങ്ങളായാലും. ഞാനതുകൊണ്ട് പറയുന്നത്, വാസ്തവത്തിൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സൗന്ദര്യപൂർവ്വം നോക്കിക്കാണുന്ന നടരാജ വിഗ്രഹത്തിൽ വാസ്തവത്തിൽ ഇത്രയൊക്കെ ഐഡിയോളജിക്കൽ ബന്ധങ്ങൾ കൂടിക്കലർന്ന് നിൽപ്പുണ്ട്. നമ്മളിത് വാങ്ങി വയ്ക്കുമ്പോഴും നമ്മൾ ഈ നൃത്തം ചെയ്യുമ്പോഴും നൃത്തം കാണുമ്പോഴുമൊക്കെ ഈ ഐഡിയോളജിക്കലായ ചില ആശയങ്ങൾ അതിലൂടെ ആവർത്തിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതുകൂടി ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പുറമേക്ക് ഏറ്റവും ലളിതമായി തോന്നുന്ന, പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുദ്രയും പതിഞ്ഞിട്ടില്ല എന്ന് തോന്നാവുന്ന ഒരു ശില്പം, ഇപ്പം നടരാജ ശില്പം എന്ന് പറയുന്നത് കുറവാണ്, ഇപ്പം നടരാജ വിഗ്രഹമായി. അത് ശില്പരൂപമാണ് എന്ന് പറയുന്നവർ താരതമ്യേന കുറയുകയും അതൊരു വിഗ്രഹ പദവിയിലേക്ക് കൂടുതലായിട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ ശില്പത്തിലേക്ക് നോക്കിയാൽ വാസ്തവത്തിൽ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സമ്മർദ്ദങ്ങൾ സംഘനനം ചെയ്യപ്പെട്ട, ഊറിക്കൂടി നിൽക്കുന്ന ഒന്നാണത് എന്ന് കാണാൻ പറ്റും. ഫ്രെഡറിക് ജെയിംസൺ ഫോമിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ, ഫോം ഈസ് ദ സെഡിമെൻറ്റഡ് കണ്ടൻറ്റ് എന്നാണ്. ഊറിക്കൂടിയ ഘനീഭൂതമായ ഉള്ളടക്കമാണ് രൂപം. ഒരു രൂപം, ഒരു കലാവസ്തുവിൻ്റെ രൂപം എന്ന് പറയുന്നത് അത് സംവേദനം ചെയ്യാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ ഘനീഭൂതമായി ഏറ്റവും ആഴത്തിൽ ഊറിക്കൂടി നിൽക്കുന്ന ഒരിടം രൂപമാണ്. ഒരുപക്ഷെ അങ്ങനെ ഘനീഭൂതമായ ഉള്ളടക്കത്തെ നമ്മുടെ കലാചരിത്രത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും തീവ്രമായി അതിനെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു കലാവസ്തുവാണ് നടരാജൻ എന്ന ബോധ്യത്തോടെ ഇനിയും നമുക്ക് നടരാജനെ കാണാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്രയും ബലങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിലുണ്ട്, കുമാരസ്വാമിയുടെ പുസ്തകത്തിലുണ്ട്, ടാഗോറിൻ്റെ നാടകത്തിലുണ്ട്, തെരുവോരങ്ങളിൽ വിൽക്കുന്ന ഈ ശില്പങ്ങളിലുമൊക്കെ അത് തുടരുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം.